ഹായ് മക്കളെ, പ്ലസ് ടു കെമിസ്ട്രിയുടെ മോഡൽ എക്സാം അതിഗംഭീരമായി നിങ്ങൾ എല്ലാവരും എഴുതി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെയുള്ള വെയിറ്റേജ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി. ചില ചാപ്റ്റേഴ്സിന്റെ മാർക്ക് ഒന്ന് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. എങ്കിൽ തന്നെ വെയിറ്റേജ് വലിയ രീതിക്കൊന്നും മാറ്റമുണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാണ്, ഏറ്റവും കുറവ് വെയിറ്റേജ് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പബ്ലിക് എക്സാമിന്റെ ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കുക. മാത്രമല്ല നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ചോദ്യ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ചോദ്യവും എങ്ങനെയാണ് ആൻസർ ചെയ്തേണ്ടത്, അതിന്റെ ആൻസർക്ക് എങ്ങനെ വന്നിരിക്കുന്നുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എക്സാം അടിപൊളി എഴുതിയ ആളുകൾ തന്നെ, എക്സാം ഒന്നും തന്നെ എഴുതാത്ത ആളുകളും തന്നെ, നേരവണ്ണ പെർഫോം ചെയ്യാത്ത ആളുകളും, മുഴുവൻ മാർക്ക് കിട്ടിയ ആളുകളും എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടിരിക്കണം. ഓക്കെ അല്ലേ? ആൻസർ മാത്രം പറഞ്ഞു പോകുന്നൊരു പരിപാടിയല്ല, മറിച്ച് എന്തൊക്കെ ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എങ്കിലും മോഡൽ എക്സാമിന് ഒരു തരം മാർക്ക് പോലും നഷ്ടപ്പെടാതെ നമുക്ക് നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ ചാപ്റ്റർ കിടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ എന്നുള്ള മറ്റൊന്നുമല്ല, കോർഡിനേഷൻ കോമ്പോസിന്. പൊളിയല്ലേ, അടിപൊളി. കോർഡിനേഷൻ കോമ്പോസിന് 11 മാർക്കിനാണ് ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദ്യം വന്നിരിക്കുന്നത്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് 10 മാർക്കിന്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് കുറേ കാര്യങ്ങളുണ്ട്, ബാറ്ററി പോലുള്ള കാര്യങ്ങളൊക്കെ. ആൽഡിഹൈഡും കീറ്റോണും ആൽക്കഹോൾസിനും 9 മാർക്കാണ്. സൊല്യൂഷൻസിനും അതേപോലെ 9 മാർക്കുകളാണ്. പിന്നെ കടക്ക് നോക്കിക്കുക, നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാതെ കെമിക്കൽ കണ്ടക്ഷൻ എന്ന് പറയുന്ന കുഞ്ഞു ചാപ്റ്റർ, കുറച്ച് ഗ്രാഫും കുറച്ച് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ കൊളീഷനും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുള്ള കുറച്ച് പരിപാടി. 8 മാർക്കാണ് നമുക്ക് അവിടെ ഉള്ളത്, 8 മാർക്ക്. റെഡി. പിന്നെ വരുന്ന ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് 6 മാർക്ക്. ഏറ്റവും കുറവ് മാർക്കുള്ളത് ബയോമോളിക്യൂൾസും അമൈൻസൊക്കെയാണ്. അത് പഠിക്കാതെ വിടരുത്. 78 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ഓപ്ഷൻസും കൂടെ കൂട്ടിയിട്ട് 78 മാർക്കാണ് ഉള്ളത്. 60 മാർക്ക് നമുക്ക് മുഴുവനായി നേടണമെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റേജ് കുറഞ്ഞ ആളുകളെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വിടരുത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഏറ്റവും വെയിറ്റേജ് കുറവ് ചാപ്റ്ററിൽ ഇത് പഠിക്കാതിരുന്നാൽ. അങ്ങനെയല്ല, ഓർ ക്വസ്റ്റനൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് പഠിക്കേണ്ടതായിട്ട് വരും, നിർബന്ധമായി നമ്മൾ നോക്കേണ്ടതായിട്ട് വരും, ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നില്ലെങ്കിൽ ഒന്നിൽ നമുക്ക് പണി കിട്ടുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കുകയാണ്. ആൻസർ കീ വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകട്ടെ ഞാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അലൈലിക് ഹാലൈഡ്? എന്താണ് അലൈലിക്, വിനൈലിക്? ഇതൊക്കെ അറിയാവോ? ബെൻസൈലിക്. ABVP എന്നാണ് അതിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത്. ABVP എന്താണ് സർ? ABVP അലൈലിക്, ബെൻസൈലിക്, വിനൈലിക്, ഫിനൈൽ. ഇതാണ് കോമ്പിനേഷൻ. അതായത് കുരുവി ശ്രദ്ധിച്ച് കേട്ടോണേ, ഫങ്ഷണൽ ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്ത കാർബൺ, ആ കണക്ട് ചെയ്ത കാർബൺ sp3 ഹൈബ്രിഡൈസർ ആയിരിക്കണം. ആ sp3 ഹൈബ്രിഡൈസർ ആയിട്ടുള്ള കാർബൺ കണക്ട് ആയിരിക്കുന്നതിലോട്ട് ഡബിൾ ബോണ്ട് വരിക. എങ്ങനെ ഡബിൾ ബോണ്ട് വരിക? ഇത് sp2 ഹൈബ്രിഡൈസർ ആണ്. റെഡിയല്ലേ? ഇങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്ത കാർബൺ sp3 കാർബണും അത് കണക്ട് ആയിരിക്കുന്നത് ഡബിൾ ബോണ്ടുള്ള ഒരു sp2 ഹൈബ്രിഡൈസർ കാർബണുമാണ് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയിൻ ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ള ഹാലൈഡുകളെയാണ് നമ്മൾ പറയുന്നത് അലൈലിക് എന്ന്. എന്ത് പറയുന്നത്? അലൈലിക്. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് ബി. അതായത് ഈ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് അലൈലിക്കാണ്. ഈ ഡബിൾ ബോണ്ടുള്ള കാർബൺ ബെൻസീൻ ആണെങ്കിൽ, നോക്കണേ, ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്ത കാർബൺ നേരെ കണക്ട് ആവുന്നത് ഒരു sp3 ഹൈബ്രിഡൈസർ കാർബണിലോട്ട്. ആ sp3 ഹൈബ്രിഡൈസറിലെ കാർബൺ കണക്ട് ആയിരിക്കുന്നത് ബെൻസീൻ റിങ്ങിലാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ബെൻസൈലിക് എന്ന് പറയുന്നത്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്ത കാർബൺ ആൽഫ കാർബൺ ആണ്. ആ ആൽഫ കാർബൺ sp3 ഹൈബ്രിഡൈസർ ആയിരിക്കണം. അവൻ കണക്ട് ആയിരിക്കേണ്ടത് ഡബിൾ ബോണ്ടുള്ള ഒരു കാർബൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അലൈലിക്. ആ ഡബിൾ ബോണ്ടുള്ള കാർബൺ ബെൻസീനിലെ കാർബൺ ആണെങ്കിൽ അത് ബെൻസൈലിക്. ആ ഡബിൾ ബോണ്ടിലെ ഈ കാർബൺ ബെൻസീൻ റിങ്ങിലെ കാർബൺ ആണെങ്കിൽ അത് ബെൻസൈലിക്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് നേരെ കയറി കണക്ട് ആവുന്നത്, നോക്കണേ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എടുക്കുകയാണ്, BR എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് എടുക്കുന്നു. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് നേരെ കയറി കണക്ട് ആവുന്നത് തന്നെ ഡബിൾ ബോണ്ടുള്ള കാർബണിനാണെങ്കിൽ, നോക്കണേ, ഇത് sp2 അല്ലേ, sp2. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആയിരിക്കുന്നത് sp2 ഹൈബ്രിഡൈസർ കാർബണിലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് വിനൈലിക് എന്ന് പറയുക. റെഡി. ഇനി ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ ബെൻസീനിലെ കാർബൺ ആണെങ്കിൽ അതാണ് ഫിനൈൽ. ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ആയിരിക്കുന്ന കാർബൺ ഡബിൾ ബോണ്ടുള്ള കാർബൺ ആയിരിക്കണം. ആ ഡബിൾ ബോണ്ടുള്ള കാർബൺ ബെൻസീനിലെ കാർബൺ ആണെന്നുണ്ടെങ്കിൽ ഇതാണെന്ത്? ഫിനൈൽ. റെഡി. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടിരിക്കുന്ന കാർബൺ sp3 ഹൈബ്രിഡൈസറും, അത് സിംഗിൾ ബോണ്ടുള്ള sp3 ഹൈബ്രിഡൈസറും, അവൻ കയറി കണക്ട് ആയിരിക്കുന്നത് ഡബിൾ ബോണ്ടുള്ള കാർബണിലും ആണെന്നുണ്ടെങ്കിൽ അത് വിനൈലിക് ആണ്.
ആ ഡബിൾ ബോണ്ട് കാർബൺ ബെൻസീനിലെ കാർബൺ ആണെങ്കിൽ അത് ബെൻസൈലിക്കാണ്. ഇനി ഫംഗ്ഷൻ ഗ്രൂപ്പ് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആയിരിക്കുന്ന കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് എങ്കിൽ അത് വിനൈലിക്കും. ആ ഡബിൾ ബോണ്ട് കാർബൺ ബെൻസീനിലെ കാർബൺ ആണെങ്കിലോ അത് ഫിനൈലും. ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോദ്യം അലൈലിക്ക് ഏതാണ്? അലൈലിക്ക് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് കണക്ട് ആയിരിക്കുന്ന കാർബൺ sp3 ഹൈബ്രിഡൈസർ ആയിരിക്കണം. അവൻ കണക്ട് ആയിരിക്കുന്നത് ഡബിൾ ബോണ്ട് ഉള്ള കാർബണിലായിരിക്കണം. അങ്ങനെ ആരാണ്? ഇവ നേരെ കയറി കണക്ട് ആയിരിക്കുന്നത് ഏത് കാർബണിലോട്ടാണ്? ഡബിൾ ബോണ്ട് ഉള്ള കാർബണിലോട്ടാണ്. അതിന് നമ്മൾ ഫിനൈലിക്ക് എന്നല്ലേ പറയുക. ഇനി നോക്കുക, ഫംഗ്ഷൻ ഗ്രൂപ്പ് കണക്ട് ചെയ്ത കാർബൺ sp3 ഹൈബ്രിഡൈസർ കാർബൺ ആണ്. അവ നേരെ കണക്ട് ആയിരിക്കുന്ന കാർബൺ ബെൻസീനിലെ കാർബൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാണത്? അതേതാണത്? ബെൻസൈൽ അല്ലേ? ഇത് ബെൻസൈൽ അല്ലേ? ഇത് ബെൻസൈലാണ്. ഇവിടെ നോക്കി, ഫംഗ്ഷൻ ഗ്രൂപ്പ് നേരെ കയറി കണക്ട് ആയിരിക്കുന്ന ഡബിൾ ബോണ്ടുള്ള കാർബണിലാണ്. പക്ഷേ ബെൻസീൻ റിംഗ് അല്ല, ഡബിൾ ബോണ്ടുള്ള നേരെ കണക്ട് ആയിരിക്കുന്ന ഡബിൾ ബോണ്ടുള്ള കാർബണിലോട്ടാണ്. അതെങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? അതിനെ വിനൈലിക് എന്നാണ് പറയുക. ഇനി ഫംഗ്ഷൻ ഗ്രൂപ്പ് കണക്ട് ചെയ്ത കാർബൺ ഇത് sp3 ഹൈബ്രിഡൈസർ കാർബൺ അല്ലേ? നോക്കുക, ഇത് sp3 ഹൈബ്രിഡൈസർ കാർബൺ അല്ലേ? അവ നേരെ കയറി കണക്ട് ആയിരിക്കുന്നത് ഒരു ഡബിൾ ബോണ്ടുള്ള കാർബണിലല്ലേ? ബെൻസീൻ റിംഗ് അല്ലല്ലോ. എങ്കിൽ ഇതാണ് എന്ത്? അലൈലിക് എന്ന് പറയുന്നത്. ഇതാണ് അലൈലിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒന്നുകൂടെ ഞാൻ പറഞ്ഞ കാര്യം കേട്ട് നോക്കേണ്ടതുണ്ട്. ഇത് അറിഞ്ഞിട്ട് പോകണം കേട്ടോ എക്സാമിന്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, കുറച്ച് മാസങ്ങളായി അപ്ലോഡ് ചെയ്തിട്ട് മുന്നേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്. നമുക്കറിയാവുന്ന ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ഏതാണ് ഗായ്സ്? ഏതാണത്? EDTA4- അല്ലേ? EDTA4- അങ്ങനെ എഴുതിയാൽ മതിയായിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സെക്കൻഡറി സെൽ? നിക്കൽ കാഡ്മിയം സെല്ലാണ്. If the rate constant of a reaction 5 into 10⁵ second raised to -1, ഈ second raised to -1 വെച്ച് അതായത് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് തന്നിട്ട് ഓർഡർ ഓഫ് ദ റേറ്റ് ചോദിച്ചിരിക്കുകയാണ്. അതൊന്നുമല്ല, എന്താണ് s raised to -1 അല്ലേ? ഏതാണ്? ഫസ്റ്റ് ഓർഡർ അല്ലേ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ? അടുത്തത് അസേഷൻ റീസണിങ് ആണ്. സൂക്രോസ് ഇസ് നോൺ റെഡ്യൂസിങ് ഷുഗർ. നമുക്ക് എല്ലാവർക്കും അറിയാം സൂക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. കാരണം അതിനകത്തുള്ള ഫ്രക്ടോസും ഗ്ലൂക്കോസും നോൺ റെഡ്യൂസിങ് ആണ്. അതാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷന് സഹായിക്കുന്ന കാര്യം, ബോണ്ട് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. അത് തന്നെയാണ് റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദ റെഡ്യൂസിങ് ഗ്രൂപ്പ്സ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ ഇൻ സൂക്രോസ്. റെഡി? ഓപ്ഷൻ എ ആണ് വരിക അതിൽ. അടുത്ത അസെപ്ഷൻ റീസണിങ് ഇതുപോലെയുള്ള എല്ലാ ചാപ്റ്ററിനും ഓരോ ഭാഗങ്ങൾ എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ കാര്യവും പഠിച്ചിരിക്കണം, റീസണും പഠിച്ചിരിക്കണം കേട്ടോ. വാട്ട് ആർ ദ 2 types ഓഫ് ആസിയോട്രോപ്സ്? 2 ടൈപ്പ് ആസിയോട്രോപ്സ് ഏതാണ്? മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് ഉണ്ട്, മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് ഉണ്ട്. മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് ഉണ്ട്, മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് ഉണ്ടല്ലേ? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ആസിയോട്രോപ്പുകളെ നമ്മൾ മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് എന്നും, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ആസിയോട്രോപ്പുകളെ നമ്മൾ മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്പുകളും എന്നും പറയും. വിച്ച് ഓഫ് ദ ആസിയോട്രോപ്പ് ഇസ് ഫോംഡ് ബൈ ദ സൊല്യൂഷൻ ദാറ്റ് ഷോ ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾ എന്താ കാണിക്കുക? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് വേപ്പറായി മാറാൻ കഴിയില്ല, ഒരുപാട് ഹീറ്റ് കൊടുക്കേണ്ടി വരും, ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പോൾ മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് ആണ്. മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് മാത്രമല്ല, ഒരു എക്സാമ്പിൾ കൂടെ ചോദിച്ചിട്ടുണ്ട്. മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് എന്നാണ് പറയുന്നത്. അതേതാണ്? 68% നൈട്രിക് ആസിഡും 32% വാട്ടറും കൂടെ ചേർത്തിരിക്കുന്ന HNO3 സൊല്യൂഷൻ. അത് മാക്സിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് ആണ്. അപ്പോൾ ആസിയോട്രോപ്പിന്റെ ഭാഗം ഒന്ന് നോക്കി വെച്ചേക്കണേ. ഇത് ഒരുപാട് തവണ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഈ പ്രോബ്ലം ഇനി വരാൻ ചാൻസ് ഇല്ല എങ്കിൽ പോലും ഇതുപോലെ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ലാംഡ M0 NaCl HCl CH3COONa 3 ആളുകളുടെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി തന്നിരിക്കുന്നത് 126.4, 425.9 and 91.0 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. നോക്കുക, സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ഒരു മാർക്കിന് ചോദിച്ചാൽ S സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. റെഡി? ലാംഡ M0 കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ് CH3COOH. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. ലാംഡ M0 NaCl തന്നിട്ടുണ്ട്, ലാംഡ M0 HCl തന്നിട്ടുണ്ട്, ലാംഡ M0 CH3. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ എത്രയാണിത്? HCl എത്രയാണ്? 126.4 യൂണിറ്റ്. ഞാൻ എഴുതുന്നില്ല, ഞാൻ സാറല്ലേ. HCl 425.9 എൻ്റെ 91.0 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. എഴുതാതെ എനിക്കൊരു സമാധാനമില്ല, അതുകൊണ്ടാണ്. തന്നിരിക്കുന്നത് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COOH.
അപ്പോൾ ഇതിൽ 2 അയണുകൾ ഏതൊക്കെയാണ്? CH3COO മൈനസും H+ഉം. അപ്പോൾ H+ ഉള്ള ആളെയും CH3COO മൈനസ് ഉള്ള ആളെയും കൂടെ കൂട്ടുക. CH3COO മൈനസ് ഉള്ളത് ഇവനല്ലേ, അപ്പോൾ ഇവനെ നമ്മൾ കൂട്ടുന്നു. എത്ര വരുന്നുണ്ടായിരിക്കുക? λm0 CH3COO അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് CH3COO മൈനസ് മാത്രം മതി. ഇനി H+ കൂടെ വേണം. H+ ഉള്ള ആരാളാണ്? ഇവൻ. അപ്പോൾ λm0 H+, λm0 HCl+. കോൾട്രാഷ് ലെവൽ അനുസരിച്ച് നമ്മൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വേണ്ടത് CH3COO മൈനസും H+ ആണ്. അപ്പോൾ CH3COO മൈനസ് ഇവനോടൊപ്പം ഉണ്ട്, H+ ഇവനോടൊപ്പം ഉണ്ട്. അവിടെ ആവശ്യമില്ലാത്തത് ഒരു Na+ഉം Cl- ആണ്. Na+ഉം Cl- ആവശ്യമില്ല, NaCl ആവശ്യമില്ല. അപ്പോൾ NaCl വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഞാനിവിടെ NaCl കൊണ്ട് ഞാനിവിടെ മൈനസ് ചെയ്യുകയാണ്. NaCl കൊണ്ട് ഞാനിവിടെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ വേണ്ട ആളുകളെ ആഡ് ചെയ്തതിന് ശേഷം വേണ്ടാത്ത ആളെ വെച്ച് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുകയാണ്. അപ്പോൾ CH3COO യുടെ വാല്യൂ 91.0 പ്ലസ് HClന്റെ 425.9 മൈനസ് 126.4 എല്ലാം കൂടെ ആഡ് ചെയ്ത് മൈനസ് ചെയ്താൽ 390.5 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. യൂണിറ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടെ എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ റിയാക്ഷൻ A plus B gives product. The reaction is first order. നോക്കൂ, റിയാക്ഷൻ ഇസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എയുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഓർഡർ 1 ആണ്. സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേറ്റിലോ എക്സ്പ്രഷൻ എഴുതാൻ പറയുന്നുണ്ട്. സിമ്പിൾ ആണ്. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു ഒരു നമ്പർ, കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു ഒരു നമ്പർ. കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു എന്ന് പറഞ്ഞ എഴുതുന്ന ആൾ എക്സ് ആണെങ്കിൽ അതാണ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ. ബിയുടെ മുകളിൽ എഴുതുന്ന നമ്പറാണ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ A റേസ് ടു 1 ആണ്. സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ B റേസ് ടു 2 ആണ്. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 3 ആണ്. ഇനി അടുത്തത്, ഹൗ ഈസ് ദ റേറ്റ് അഫക്റ്റഡ് വെൻ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി ആർ ഡബിൾഡ്. എയും ബിയും ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റേറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നാണ്. കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നതിന് എന്താക്കുന്നു? ഡബിൾ ആക്കുന്നു. കോൺസെൻട്രേഷൻ ഓഫ് 2A. കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്നതിന് ഡബിൾ ആക്കുന്നു. എന്താണ്? 2B. അപ്പോൾ റേറ്റ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വരിക? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് 2A റേസ് ടു 1 2B റേസ് ടു 2. അപ്പോൾ 2നെ വെളിയിലേക്ക് എടുക്കാം നമുക്ക്. അപ്പോൾ 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ 2 ഇട്ട് കൊടുക്കണം. 2ന് സ്ക്വയർ ഇട്ട് കൊടുക്കണം, ബിക്ക് സ്ക്വയർ ഇട്ട് കൊടുക്കണം. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4, പിന്നെ ബിയുടെ സ്ക്വയർ. അപ്പോൾ ഇവിടെയുള്ള 2ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 8 K A B സ്ക്വയർ. റെഡി? ഇത് നമ്മൾ നേരത്തെ എഴുതി വെച്ച റേറ്റ് ആണ്. ആ റേറ്റിൻ്റെ 8 ടൈംസ് ആണ് ആയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇവരുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയി കഴിഞ്ഞാൽ റേറ്റ് ഇൻക്രീസ്ഡ് ബൈ 8 ടൈംസ്, അല്ലേടാ? 8 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ശരിയല്ലേ? റെഡി? അടുത്തത് ഗ്രാഫ് വന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ 4 ഗ്രാഫുകളാണ് കെമിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഫസ്റ്റ് ഓർഡർ റേറ്റ് ഇക്വേഷൻ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ ഫസ്റ്റ് ഓർഡറിൽ 2 എണ്ണം, 0 ഓർഡറിൽ 1 എണ്ണം, പിന്നെ അറേനിയസ് ഇക്വേഷൻ വെച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുന്നവർ ഇതേപോലത്തെ ഒരു ഗ്രാഫാണ്. 1/Tയും ലോഗ് കെയും വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് ടൈമാണ്, ഇവിടെ ആറാണ്. ഇവിടെ ടൈമും നാച്ചുറൽ ലോഗ് ആറോ വരികയാണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. വെറും 6 വരികയാണെങ്കിൽ അത് 0 ഓർഡർ ആണ്. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്താണ്? 0 ഓർഡർ. ഗിവൻ എക്സാമ്പിൾ ഓഫ് ദ റിയാക്ഷൻ. അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ. എല്ലാ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനുകളും എന്താണ്? ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറഞ്ഞത്. അതായത് H2ഉം Cl2ഉം ചെയ്തപ്പോൾ നോക്കണേ നിങ്ങൾ. H2 പ്ലസ് Cl2 ലൈറ്റിൻ്റെ പ്രസൻസ് നടക്കുകയാണ്. 2HCl ഉണ്ടാകുന്നു. ഇങ്ങനെ നടക്കുന്നത് 0 ഓർഡർ റിയാക്ഷനാണ്. ഇനി അതേപോലെ തന്നെ വേറെ നമുക്കറിയാം, മറ്റേ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ ഓർഗാനിക്കിൽ? CH4 പ്ലസ് Cl2 ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3Cl പ്ലസ് HCl. ഇതൊക്കെ എന്താ? ഇതൊക്കെ 0 ഓർഡർ റിയാക്ഷനാണ്. റെഡി? ഇവരുടെ കോൺസെൻട്രേഷൻ ഇവരുടെ കോൺസെൻട്രേഷൻ മാറ്റിയതുകൊണ്ട് നമുക്ക് എന്താവുന്നില്ല? കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് അതിൻ്റെ രീതിക്ക് തന്നെ അങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും. റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് റേറ്റ്. വാട്ട് ആർ ആംബിഡൻറ്റേറ്റ് ന്യൂക്ലിയോഫൈൽ? ഗിവ് വിത്ത് an എക്സാമ്പിൾ. ആംബിഡൻറ്റേറ്റ് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം ഡോണർ ആറ്റമുള്ള ന്യൂക്ലിയോഫൈലുകൾ. ആംബിഡൻറ്റേറ്റ് ന്യൂക്ലിയോഫൈൽസ് ആർ ദ ന്യൂക്ലിയോഫൈൽസ് കണ്ടെയ്നിങ് മോർ ദാൻ 1 ഡോണർ ആറ്റം. ഒന്നിലധികം ഡോണർ ആറ്റം വെച്ചിട്ടുള്ള
ആംബിഡൻറ്റേറ്റ് ന്യൂക്ലിയോഫൈലാണ്. ആംബിഡൻറ്റേറ്റ് ലിഗാൻഡുകൾ നിങ്ങൾക്കറിയാം, CN മൈനസ് NC മൈനസ്, SCN മൈനസ് NCS മൈനസ്, NO2 മൈനസ് ONO മൈനസ്, സെയിം സാധനം. എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ എന്താ എഴുതി കൊടുക്കുക? CN മൈനസ് ആൻഡ് NC മൈനസ്, പിന്നെ അതല്ലാതെ NO2 മൈനസ് ONO മൈനസ്. ഇതൊക്കെ നമ്മൾ KNO2 AgNO2 റിയാക്ട് ചെയ്യിപ്പിൽ നമുക്ക് കിട്ടില്ല. RNO2ഉം RONOയും കിട്ടില്ലേ? അതുപോലെ KCNഉം AgCNഉം കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് RCNഉം കിട്ടും, RNCയും കിട്ടും. ന്യൂക്ലിയോ റിസപ്ഷൻ റിയാക്ഷനിൽ പഠിക്കുന്നുണ്ട്. അതൊക്കെ ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈലുകളാണ്. Diphenyls are prepared by aryl halase. Name the reaction for the preparation of diphenyl. ബെൻസീൻ റിംഗിൽ ക്ലോറിൻ, സോഡിയം വരുന്നു ഡ്രൈ ഇതിന്റെ പ്രോസസ്സിൽ, ക്ലോറിനുകളെ കൊണ്ടുപോകുന്നു, ബെൻസീനും കണക്ട് ആവുന്നു. അങ്ങനെ ബെൻസീനും കണക്ട് ആയതല്ലേ എന്താണ് ഡൈഫീനൈൽസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ബെൻസീൻ റിംഗ് കണക്ട് ആവുന്ന ഏതാണ്? വൂഡ്സ് റിയാക്ഷൻ, ഫെഡിഗ് റിയാക്ഷൻ, വൂഡ്സ് ഫെഡിഗ് റിയാക്ഷൻ. ഏതാണിത്? ഫെഡിഗ് റിയാക്ഷൻ അല്ലേ? ആ റിയാക്ഷൻ ഏതാണെന്ന് പറയുന്നത്. 2 ക്ലോറോ ബെൻസിൻ എടുക്കുന്നു, അല്ലെങ്കിൽ 2 ബ്രോമോ ബെൻസിൻ എടുക്കുന്നു. റെഡി? അത് ഞാൻ 2 സോഡിയം ചേർക്കുകയാണ്. സോഡിയം വരുന്നത് ഏതിൻ്റെ പ്രസൻസിലാണ്? ഡ്രൈ ഈതൻ്റെ പ്രസൻസ്. സോഡിയം ആ ക്ലോറിനുകളെ കൊണ്ടുപോകുന്നു, ബെൻസീൻ റിങ്ങും കൂടെ കണക്ട് ആകുന്നു. റെഡി? അടുത്തത് അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. റീസൺ ഏതാണ് പറയുന്നത്? ഇറ്റ് ഈസ് നെസസറി ടു അവോയ്ഡ് ഈവൻ ട്രേസസ് ഓഫ് മോയ്സ്ചർ ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ RMgX ആണ്. ഇതിലെങ്ങാനും വാട്ടർ കണ്ടന്റ് ഉണ്ടായാൽ, HOH എന്ന് പറഞ്ഞ വാട്ടർ കണ്ടന്റ് ഉണ്ടായാൽ, ഇത് ഇവിടെ നിന്ന് അപ്പം ബ്രേക്ക് ആവും. ഇത് ബ്രേക്ക് ആയിട്ട് MgX എന്നറിയാവും, ഈ OHനെ കൊണ്ടുപോകും, MgOHX ആയിട്ട് പോകും. ഈ ഹൈഡ്രജൻ നേരെ ഇവനോടൊപ്പം ഇവിടെ വന്ന് നിൽക്കും. അതായത് ഇപ്പോൾ CH3 ആണ്, CH3 MgBr ആണെങ്കിൽ ഈ CH3യോടൊപ്പം വരും, അപ്പോൾ CH4 ആവും, ഹൈഡ്രോ കാർബണിനെ കിട്ടും. അപ്പം RMgX എന്ന് പറയുന്നതിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ MgX അപ്പോൾ കട്ടാവും. ഇത് RMgXൽ ആറിൻ്റെ ഭാഗത്ത് കട്ടാവും. MgXും കൂടെ ആരെ കൊണ്ടുപോകും? OHനെ കൊണ്ടുപോകും, ആറിൻ്റെ കൂടെ H വരും. അങ്ങനെ ഹൈഡ്രോ കാർബണുകളെ കിട്ടും. ആ ഒരു റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കാനേ പാടില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓർക്കേണ്ടതായിട്ടുണ്ട്. ഗ്രിഗ്നാർഡ് റിയേജന്റ് ആർ ഹൈലി റിയാക്റ്റീവ് ആൻഡ് റിയാക്ട് വിത്ത് മോയ്സ്ചർ ഫോം ആൽക്കെയിൻ. മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ കണ്ടന്റുമായിട്ട് റിയാക്ട് എന്ത് കിട്ടും? നമുക്ക് ആൽക്കെയിൻ കിട്ടും. സോ ഇറ്റ് ഈസ് നെസസറി ടു അവോയ്ഡ് ഈവൻ ട്രേസ് ഓഫ് മോയ്സ്ചർ ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. റിയാക്ഷൻ വേണമെങ്കിൽ നമുക്ക് എഴുതാം, ഒരു സിമ്പിൾ റിയാക്ഷൻ എഴുതാം. CH3 MgBr. അതിൽ വെള്ളം ചേർത്തു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കും? HOH. H ആരുടെ കൂടെ വരും? CH3യുടെ കൂടെ വരും. OH ആരുടെ കൂടെ പോകും? MgOHX, MgOHBr അല്ലേ. 2. Chloroform is stored in closed dark colored board completely filled so that air. നമ്മുടെ ഈ ക്ലോറോഫോം എയറുമായിട്ട് റിയാക്റ്റിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ഒരു പോയിസണസ് ഗ്യാസിനെ അത് റിലീസ് ചെയ്യും അല്ലേ? അതെന്താണ്? ഫോഴ്സീൻ ഗ്യാസ് ആണ്. അറിയാവോ ഫോഴ്സീൻ ഗ്യാസ്? COCl2 എന്ന് പറയുന്ന ഫോഴ്സീൻ ഗ്യാസ് ആണ് റിലീസ് ചെയ്യുന്നത്. ക്ലോറോഫോം is slowly oxidized by air in the presence of light to form an extremely poisonous gas called carbonyl chloride അല്ലെങ്കിൽ ഫോഴ്സീൻ, COCl2. അതുകൊണ്ട് തന്നെ ഡാർക്ക് റൂമിൽ ലൈറ്റിൻ്റെ ആബ്സെൻസിൽ കുപ്പിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൂക്ഷിക്കേണ്ടത്. ഡാർക്ക് കളർഡ് ബോട്ടിൽസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൂക്ഷിക്കേണ്ടത്, എയറുമായിട്ട് കോൺടാക്ട് ഉണ്ടാവാത്ത രീതിക്ക്. ഗിവ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്യൂമീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഒന്നാമത് ക്യൂമീൻ എന്ന് പറഞ്ഞാൽ ഐസോപ്രോപ്പൈൽ ബെൻസീൻ ആണ്. ബെൻസീൻ റിങ്ങിൽ അല്ലെങ്കിൽ 2-ഫീനൈൽ പ്രൊപ്പൈൻ, രണ്ടാമത്തെ കാർബണിലാണ് ആരുണ്ടായിരിക്കുക? പ്രൊപ്പൈൻ്റെ രണ്ടാമത്തെ കാർബണിൽ ഒരു ബെൻസീൻ റിങ്. ഇതാണ് ക്യൂമീൻ. ഇതിൽ നമ്മൾ ഇതിനോ കാർബൺ ഡൈ ഓക്സൈഡ് ചേർക്കണം അല്ലേ? ഓക്സിജൻ ചേർക്കണം അല്ലേ? പിന്നെ അസിഡിക് ഹൈഡ്രോളിസിസ് നടത്തുക. അപ്പോൾ ഓക്സിജൻ ഇവിടെ വന്നുകൊണ്ട് ഇത് OH ആയിട്ട് മാറുകയും പിന്നെ ഇത് CH3 COCH3 ആയിട്ട് മാറുകയും, അതായത് ബെൻസീൻ റിങ്ങിൻ്റെ പെറോക്സൈഡ് എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. അത് ഞാൻ ഇവിടെ എഴുതുന്നില്ല. ബെൻസീൻ റിങ്ങിൻ്റെ തലയ്ക്ക് മുകളിൽ OH എന്ന് വരും, പ്ലസ് CH3 COCH3 എന്നും കൂടി ഉണ്ടാവും. CH3 COCH3 എന്ന് പറയുന്ന പ്രൊപ്പനോണും കൂടി ഉണ്ടാവും. CH3 COCH3 എന്ന് പ്രൊപ്പനോൺ ഉണ്ടാവും. ഇങ്ങനെ ഫീനോൾ ഉണ്ടാക്കുന്ന മെത്തേഡ് പഠിക്കേണ്ടതായിട്ടുണ്ട്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ബൈ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ്
ബൈ പ്രൊഡക്റ്റ് ഫോംഡ് ഡ്യൂറിങ് ദ അബോവ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റിന്റെ പേര് എഴുതാനാണ് പറയുന്നത്. അതേതാണ്? പ്രൊപ്പനോൺ അല്ലേ? കീറ്റോണാണ് ഉണ്ടാകുന്നത് അല്ലേ? പ്രൊപ്പനോൺ അല്ലേ? റെഡി? എക്സ്പ്ലെയിൻ കാനിസാറോ റിയാക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കാനിസാറോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡുകൾ അവർക്ക് കോൺസെൻട്രേറ്റഡ് ആൽക്കലി ചേർക്കുമ്പോൾ അവന് തന്നെ ഓക്സിഡേഷൻ നടക്കും, റിഡക്ഷൻ നടക്കും. ഓക്സിഡേഷൻ നടന്നാൽ കിട്ടുന്നത് കാർബോക്സിലിക് ആസിഡിന്റെ സാൾട്ട്, റിഡക്ഷൻ നടന്നാൽ കിട്ടുന്നത് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് ആണ്. റിഡക്ഷൻ നടന്നാൽ കിട്ടുന്ന ആൽക്കഹോൾ. HCHO എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് ആണ്. ഈ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡിലോട് ഞാൻ എന്ത് ചെയ്യുകയാണ്? കോൺസെൻട്രേറ്റഡ് ആൽക്കലി ചേർക്കുന്നു, കോൺസെൻട്രേറ്റഡ് KOH ചേർക്കുന്നു. അപ്പോൾ ഈ ആൽഡിഹൈഡിന് റിഡക്ഷൻ നടന്നാൽ കിട്ടുന്നത് അത്രയും തന്നെ കാർബണുള്ള ആൽക്കഹോൾ ആണ്. ഒരു കാർബണല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കാർബണുള്ള ആൽക്കഹോൾ CH3OH+. ഇവന് തന്നെ ഓക്സിഡേഷൻ നടന്നാൽ കിട്ടുന്ന ഒരു കാർബണുള്ള കാർബോക്സിലിക് ആസിഡ്. ഇവിടെ കോൺസെൻട്രേറ്റഡ് KOHും ആ ആസിഡ് കൂടെ ചേർന്നാൽ സാൾട്ട് ആണ് ഉണ്ടാവുക. HCOOH അല്ല, മറിച്ച് K ആണ്. അല്ലേ? അല്ലേ? കാനിസാറോ റിയാക്ഷനൊക്കെ നമ്മൾ സെറ്റാക്കി അടിപൊളിയാക്കി പഠിച്ചിട്ടേക്ക് നമ്മൾ പോയിരിക്കുന്നത്. ഐഡന്റിഫൈ A ആൻഡ് B ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. റിയാക്ഷനിൽ എയും, എവിടാണ് എയും ബിയും അല്ലേ? എയും ബിയും എന്താന്ന് പറയുന്നത്. ഈ ഒന്നാമത്തെ റിയാക്ഷൻ എന്താ? ഒന്നാമത്തെ റിയാക്ഷൻ എന്താ? ഇത് അമൈഡാണ്, ബ്രോമിനാണ്. ഇത് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ ആണ്. എന്താണ് ഡീഗ്രഡേഷൻ? ഇവിടെ തന്നിരിക്കുന്ന അമൈഡിൽ ഒരു കാർബൺ ലെസ് ആയിട്ടുള്ള അമൈൻ കിട്ടും. പ്രൈമറി അമീനുകളെ ഉണ്ടാക്കാനുള്ളതാണ്. ഒരു കാർബൺ ലെസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിലെ ഈ കാർബൺ പോയിട്ട് CH3NH2 എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുക. എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? CH3NH2 പ്രൈമറി അമീനാണ് നമുക്ക് കിട്ടുക. ഈ ഒരു കാർബൺ കുറവായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. രണ്ടാമതിൽ എന്താ പ്രൊഡക്റ്റ്? അതേ അമൈഡ് അല്ലേ? അതേ അമൈഡ്. ആ CH3NH2 എന്ന് പറഞ്ഞാൽ അമീനാണ്. അതിനിടയ്ക്ക് ഒരു RNH2 എന്ന് പറഞ്ഞാൽ അമീനാണ്. അതിനിടയ്ക്ക് ഒരു CO വന്നാൽ അത് അമൈഡാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്ക്, ഇതും അതേ അമൈഡാണ്. ഈ അമൈഡിന് ഒന്നും നിങ്ങൾ നോക്കാനില്ല. ഇവിടെ തന്നിരിക്കുന്ന LiAlH4 ആണ്. അപ്പോൾ റെഡ്യൂസിങ് ചെയ്യുന്നത്, അപ്പോൾ റിഡക്ഷൻ ആണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. റിഡക്ഷൻ ആണ് നടക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ C⋅O എന്ന് പറയുന്ന ഇവനെ മാറ്റിയിട്ട് അവിടെ ആര് വരും? ഹൈഡ്രജനുകൾ വരും. അതിൽ റിഡക്ഷൻ. ഓക്സിജനെ കളയുക, ഹൈഡ്രജനെ കൊണ്ടുവരിക, റിഡക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഹൈഡ്രജൻ വരും. അപ്പോൾ കാർബണുകളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസവും വരാതെ തന്നെ നമുക്ക് CH3 CH2 NH2 കിട്ടി അല്ലേ? CH3 CH2 NH2 കിട്ടി. ഇവിടെ ഒരു കാർബൺ കുറവായിട്ടുള്ള അമീനാണ് കിട്ടുക. ഇവിടെ അത്രയും തന്നെ കാർബണുള്ള അമീനാണ് കിട്ടുക. ഇത് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന നെയ്മഡ് റിയാക്ഷനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. അടുത്തത് 3 മാർക്കിന്റെ ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ആസ്കോർബിക് ആസിഡ്. അത് C6H8O6 എന്ന് പറയുന്നവന്റെ ആ ഒരു സൊല്യൂട്ട് എത്ര ചേർക്കണം? ഏതിൽ? 120 gram ഓഫ് അസറ്റിക് ആസിഡ്. എങ്ങനെ? എന്തിനു വേണ്ടി? ടു ലോവർ ഇസ് മെൽറ്റിംഗ് പോയിന്റ് ബൈ 1.6 സെൽഷ്യസ്. അതായത് അസറ്റിക് ആസിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1.6 ഡിഗ്രി അല്ലെങ്കിൽ 1.6 കെൽവിൻ കുറയ്ക്കാൻ വേണ്ടി 120 gram ഓഫ് അസറ്റിക് ആസിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടി, എത്ര കുറയ്ക്കാൻ? 1.6 കുറയ്ക്കാൻ വേണ്ടി നമ്മൾ C6H8O6 എന്ന് പറയുന്നത് എത്ര അളവിൽ ചേർക്കണം? അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രഷൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം, കണ്ടുപിടിക്കേണ്ട കാര്യം എഴുതാം. അതിനു മുൻപ് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എഴുതാം. ഫ്രീസിംഗ് പോയിന്റിന്റെ ഡിപ്രഷൻ വെച്ചുകൊണ്ട് സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അറിയത്തുള്ളൂ. അത് അങ്ങനെ എഴുതി വെക്കുന്നു. MB മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു KF ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF. ഫ്രീസിംഗ് പോയിന്റ് ആണല്ലോ. KF ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF. WB ഡിവൈഡഡ് ബൈ WA ഇൻറ്റു 1000. ഇതിൽ നമുക്ക് ആരെയാണ് വേണ്ടത്? എത്ര സൊല്യൂട്ട് ചേർത്തു എന്ന് പറയുന്ന WB ആണ് വേണ്ടത്. അപ്പോൾ WBക്ക് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുന്നു. WBനെ ഇവിടെ നിർത്തി ബാക്കി എല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും? WB ഇസ് ഈക്വൽ ടു MB ഇൻറ്റു ഡെൽറ്റ TF ഇൻറ്റു W അല്ലേ? ഈ ഡിവൈഡർ ബൈ ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നു, ഇൻറ്റു ബൈ. ഇനി ഇവിടുത്തെ ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡർ ബൈ ആയിട്ട് ഡിവൈഡഡ് ബൈ KF ഇൻറ്റു 1000. അപ്പോൾ നമുക്ക് ആരെയൊക്കെ വേണം? ഈ ആളുകളൊക്കെ വേണം. അതൊക്കെ ഇവിടെ ഉണ്ടോ നമുക്ക് നോക്കാം. MB എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ്? കാർബണിൻ്റെ മാസ് 12 ആണ്. അങ്ങനത്തെ 6 പ്ലസ് ഹൈഡ്രജൻ 8 പ്ലസ് ഓക്സിജൻ 16 ഇൻറ്റു 6
അപ്പോൾ 12 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 144 72 പകുതി പ്ലസ് 8 പ്ലസ് 16 ഇൻറ്റു 6 36 96 എല്ലാം കൂടെ ആരെന്ന് പറഞ്ഞാൽ 72 80 90 170 ഗ്രാം 176 അല്ലേ 176 ഗ്രാം പെർ മോൾ. അപ്പോൾ മോളാർ മാസ് 176 ഗ്രാം എന്ന് കിട്ടി. 176 ഗ്രാം പെർ മോളാണ് മോളാർ മാസ് തന്നിരിക്കുന്നത്. ഇനി ഡെൽറ്റ ടി എഫ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷനാണ് 1.6 ഡിഗ്രി സി ആണ്. കെൽവിനിലോട്ട് മാറ്റിയാൽ സെയിം സാധനം എന്നാണ്. അതാണ് ഈ 1.6 ഡിഗ്രി സി ഡെൽറ്റ ടി എഫ് ആണ്. ആ ടെമ്പറേച്ചർ ചേഞ്ചിനെ നിങ്ങൾ കെൽവിനിലോട്ട് മാറ്റരുത്. ടെമ്പറേച്ചർ ചേഞ്ച് ഡിഗ്രിയിലാണെങ്കിലും കെൽവിനിലാണെങ്കിലും സെയിം സാധനമാണ്. അവിടെ പലരും തെറ്റിക്കും. സാർ ഡിഗ്രിയിൽ തന്നിരിക്കുന്ന നേരെ കെൽവിനിലോട്ട് മാറ്റേണ്ട ഒരൊറ്റ അടിയാണ്. ടെമ്പറേച്ചർ ചേഞ്ചിനെ ഒരിക്കലും കെൽവിനിലോട്ടോ ഡിഗ്രിയിലോട്ടോ മാറ്റാൻ നിൽക്കരുത്. ഡിഗ്രിയിലാണെങ്കിലും കെൽവിനിലാണെങ്കിലും ടെമ്പറേച്ചർ ചേഞ്ച് സെയിം ആയിരിക്കും. അത് ഇപ്പോൾ കെൽവിനിലാണെങ്കിലും ടെമ്പറേച്ചർ 1.6 ആണ്. ഇനി നമുക്ക് വേണ്ട WA സൊല്യൂട്ടിൻ്റെ മാസാണ്. സൊല്യൂട്ടിൻ്റെ മാസം 120 ഗ്രാം ആണ്. ഇനി KF ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് 3.9 യൂണിറ്റ് ഞാൻ എഴുതുന്നില്ല, ഞാൻ സാറല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ എത്ര കിട്ടും, എന്തെന്ന് കിട്ടും? MB എന്ന് പറഞ്ഞാൽ 176 ഇൻറ്റു ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു WA എന്ന് പറഞ്ഞാൽ 120 ഡിവൈഡഡ് ബൈ 3.9 ഇൻറ്റു 1000. മുകളിലെ നമ്പർ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 33792 ഡിവൈഡഡ് ബൈ 3900 ഈക്വൽ ടു 8.66 അല്ലെങ്കിൽ 8.67 അല്ലെങ്കിൽ 8.66 ഈ റേഞ്ചിൽ വാല്യൂ വന്നാൽ മതി. വരും. റെഡി അത്രയും. 17ാമത്തെ ചോദ്യത്തിലൂടെ ഞാൻ കടക്കുകയാണ്. ഇവിടെ പൊട്ടാസ്യത്തിൻ്റെയും കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും സിൽവറിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി? K പ്ലസ് K ആവുന്നു. എങ്ങനെ? ഇലക്ട്രോണിനെ വാങ്ങിച്ച റിഡക്ഷൻ ആണ്. അപ്പോൾ ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് തന്നിരിക്കുന്നത്. അറേഞ്ച് ദ ഇലക്ട്രോഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദി റെഡ്യൂസിംഗ് പവർ. റെഡ്യൂസിംഗ് പവർ എന്ന് പറഞ്ഞാൽ റെഡ്യൂസിംഗ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. റെഡ്യൂസിംഗ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാൻ കഴിവുള്ളൂ. റെഡ്യൂസിംഗ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സംഭവിക്കേണ്ടത് ഓക്സിഡേഷൻ ആണ്. ഏറ്റവും നല്ല റെഡ്യൂസിംഗ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ്. ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്ന അവനാണ് റെഡ്യൂസിംഗ് ഏജന്റ്. അപ്പോൾ ഒരാൾക്ക് ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ അവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. എത്രയും പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവന് റിയാക്ടിവിറ്റി കൂടുതലല്ലേ. സിമ്പിളായി പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണോ കുറവുള്ളത് അവന്, ഈ പറയുന്ന കാര്യം എവിടെയെങ്കിലും എഴുതി വെച്ചോണം, എനിക്ക് എഴുതാൻ വയ്യ. ആർക്കാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ളത് അവന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അവനിൽ നല്ലപോലെ ഓക്സിഡേഷൻ നടക്കും എന്ന് പറഞ്ഞാൽ അവന് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. റിയാക്ടിവിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവാണ്. ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ്. അപ്പോൾ നല്ലപോലെ ഓക്സിഡേഷൻ അവനിൽ നടക്കുമെങ്കിൽ അവനായിരിക്കും നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ളവന് ഓക്സിഡേഷൻ നല്ലപോലെ നടക്കും, അവനാണ് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് അല്ലേ. റിയാക്ടിവിറ്റി കൂടിയവനാണ് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആളുകളിൽ ഏറ്റവും കുറവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണ് നോക്കിക്കുക. ഏറ്റവും കുറവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് 2.36 2.93 ഉണ്ട്. അതാണ് ഏറ്റവും കുറവ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവനാണെങ്കിൽ ഇവനാണ് നല്ലപോലെ റിയാക്ട് ചെയ്യുക. ഇവന് ഓക്സിഡേഷൻ നല്ലപോലെ നടക്കും. ഓക്സിഡേഷൻ ആരിലാണോ നടക്കുന്നത് അവരാണല്ലോ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഇവന് നല്ലപോലെ ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ഇവനാണ് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഏറ്റവും നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? K+K. ഇവനാണ് റെഡ്യൂസിങ് ഏജന്റ്. അവനാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ലെസ് ദാൻ എടുക്കും. ഇനി അവനേക്കാൾ കുറവാർക്കാണ്? ലെസ് ദാൻ സിമ്പിളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അവനേക്കാൾ കുറവാർക്കാണ്? ഇതിനകത്ത് മെഗ്നീഷ്യമാണ് അല്ലേ. Mg2+Mg. ഇനി അടുത്തത് ആരാണ്? -0.76 സിങ്ക് ആണ്. അവനേക്കാൾ കുറവാണ് സിങ്കിന്. Zn2+Zn. റിയാക്ടിവിറ്റിയുടെ ഓർഡർ തന്നെയാണ്. അടുത്തതോ പിന്നെ ആർക്കല്ലോ? കോപ്പർ ഉണ്ട്, സിൽവർ ഉണ്ട്. അത് കഴിഞ്ഞാൽ കോപ്പറാണ് വരിക. Cu2+Cu. അതിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാർക്കാണ്? Ag+Ag. നിങ്ങൾക്കിത് കണ്ടിട്ട് റിയാക്ടിവിറ്റി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. റിയാക്ടിവിറ്റി ഇപ്പോൾ ABCD തന്നതെങ്കിൽ എന്താ പ്രശ്നം പറ്റുക അതറിയാമല്ലോ. ഇപ്പം നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ നിങ്ങൾക്കിത് അറിയാം. ഈ വാല്യൂ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതലുള്ളത് ഇതാണ്, അടുത്തത് ഇതാണ്, പിന്നെ ഇതാണ്, പിന്നെ ഇതാണ്, ഇതാണെന്നൊക്കെ അറിയാം. ആ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ചെയ്താൽ മതി.
മെറ്റലിൽ ആർക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ അവനാണ് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ്, അവനാണ് നല്ല റെഡ്യൂസിങ് പവർ ഉള്ളത്. അപ്പോൾ അത് എഴുതി വെച്ചാൽ. ക്യാൻ യു സ്റ്റോർ CuSO4 സൊല്യൂഷൻ ഇൻ സിങ്ക് പോട്ട്? പറ്റുമോ? സിങ്കിലോട്ട് CuSO4 ആ റിയാക്ഷൻ എഴുതിയാലും മതി. നോക്കുക, സിങ്കിലോട്ട് CuSO4 ചേർത്താലും സംഭവിക്കും. CuSO4ലെ Cuവിനെ കോപ്പറിനെ ആര് മാറ്റും? സിങ്ക് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ZnSO4 + Cu ആണ്. ആ സിങ്ക് പോട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് മാറില്ലാണ്ടാക്കും, കോപ്പർ സൾഫേറ്റ് ഇല്ലാണ്ടാക്കും. അവിടെ സിങ്ക് പോട്ടിലെ സിങ്കിനെയൊക്കെ തുറന്ന് പോകുന്നു. സിങ്കെ കൂടെ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് റീപ്ലേസ് ചെയ്യും. നേരെ തിരിച്ചാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നേരെ തിരിച്ചാണെങ്കിൽ കോപ്പറിലോട്ട് സിങ്ക് സൾഫേറ്റ് വെച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? സിങ്കിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലായത് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ക്യാൻ യു എന്ന ക്വസ്റ്റ്യൻ ആരംഭിച്ചത് കൊണ്ട് നോ എന്ന് പറഞ്ഞുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ എഴുതാം, അല്ലെങ്കിൽ ഇന്ന ആൾക്കേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. എന്ത് വേണമെങ്കിലും കൊടുക്കാം. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 സെല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. E0 സെല്ല് കണ്ടുപിടിക്കണം. ഏതിൻ്റെ? ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ E0 സെല്ല് കണ്ടുപിടിക്കണം. E0 സെല്ല് കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്? E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ്, അല്ലെങ്കിൽ E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഏത് ഇക്വേഷൻ വേണമെങ്കിലും എഴുതാം. ആനോഡ് എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കുറവുള്ളവനാണ്, കാഥോഡ് എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടുതലുള്ളതാണ്. അപ്പോൾ കാഥോഡ് എന്ന് പറഞ്ഞാൽ ആരാണ് റിയാക്ടിവിറ്റി കുറവായിട്ടുള്ള? സിൽവർ ആണ്. സിൽവറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്? സിൽവറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.80 മൈനസ് അടുത്തത് ആരാണ്? മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിൻ്റെ എന്താണ്? -2.36 അല്ലേ? -2.36 മൈനസ് പ്ലസ് അല്ലേ? രണ്ടും കൂടെ ആയിരുന്നാൽ 3.16 വോൾട്ട് എന്ന് വരും. അതായത് E0 കോപ്പർ മൈനസ് E0 മെഗ്നീഷ്യം. കേട്ടോ? റെഡി? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. എക്സ്പ്ലെയിൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. നമുക്കറിയാം ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, കെയിൻ ഷുഗറിൻ്റെ ഒക്കെ തന്നെ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, വാട്ടർ ചേർത്തിട്ട് അങ്ങനെയുള്ള റിയാക്ഷനുകളൊക്കെ എന്താണ്? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ആക്ച്വലി അത് ഹയർ ഓർഡർ ആണ് നമുക്ക് തോന്നിപ്പിക്കും, പക്ഷേ ആക്ച്വലി എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഓർഡറെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അതിൽ ഒരാളുടെ രണ്ട് റിയാക്ഷൻ ഒന്ന് വിചാരിക്കുക. അതിൽ ഒരു റിയാക്ടൻറ്റിൻ്റെ അളവ് വളരെ കൂടുതലും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന അളവ് വളരെ കുറവുമാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ദാറ്റ് റിയാക്ടൻറ്റ് വളരെ കുറവായിരിക്കും, കാര്യമായിട്ട് റിയാക്ഷനെ ബാധിക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. അപ്പോൾ എസ്റ്ററിൽ നല്ലപോലെ വെള്ളം ചേർക്കുന്നു, നല്ലപോലെ വെള്ളം ചേർക്കുക, പക്ഷേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ വളരെ കുറവാണ്. അപ്പോൾ റേറ്റ് ലോ എക്സ്പ്രഷനിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ വരില്ല. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ഇതാണ്. റെഡി? ഡിസ്ക്രൈബ് ദ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ക്രോമേറ്റ് ഫ്രം ക്രോമൈറ്റ് ഓർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് അടക്കം നിങ്ങൾ എഴുതണം. ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ അടക്കം നിങ്ങൾ എഴുതണം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിക്കോട്ടെ, പൊട്ടാസ്യം ക്രോമേറ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള KMnO4. ഇവരുടെ പ്രിപ്പറേഷൻ KMnO4ൻ്റെയും K2Cr2O7ൻ്റെയും പ്രിപ്പറേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ, ഈ രണ്ട് പ്രിപ്പറേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ തന്നെ എഴുതിയിരിക്കണം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. റെഡി? ആ സ്റ്റെപ്പ് എത്രയെന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പ് എഴുതി കൊടുക്കുക. റിയാക്ഷൻ മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്കാണ് ലഭിക്കുന്നത്. 3 മാർക്ക്. അതിലൊക്കെ ചാപ്റ്ററിൽ ഇതൊക്കെ മാത്രമേ പഠിക്കാനുള്ളൂ. റെഡി? വാട്ട് ഇസ് ലാന്തനോഡ് കോൺട്രാക്ഷൻ? എന്താണ് ലാന്തനോഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ലാന്തനത്തിന് ശേഷമുള്ള എലമെന്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ റെഗുലർ ഡിക്രീസിങ് ആൻഡ് അറ്റോമിക് ആൻഡ് അയണിക് റേഡിയയിലെ റെഗുലർ ഡിക്രീസ് ഉണ്ടാകുന്നു. ആ ഉണ്ടാകുന്നതാണ് എന്ത്? ലാന്തനോഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. 1. The regular decreasing in atomic and ionic radii along the lanthanode series is known as lanthanode contraction. Explain the reasons for the lanthanode contraction. Lanthanode contraction കാരണം എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. കാരണം എന്താണ്? പൂവർ ഷീൽഡിങ് എഫക്റ്റ് ആണ്. F ഓർബിറ്റിലെ പൂവർ ഷീൽഡിങ് എഫക്റ്റും ആ മെറ്റലിൽ ചാർജ് കൂടി വരുന്നുണ്ട്, അതിനനുസരിച്ച് പൂവർ ഷീൽഡിങ് എഫക്റ്റും കൂടി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വെളിയിലുള്ള ഇലക്ട്രോണുകൾ നല്ലപോലെ ഉള്ളിലോട്ട് അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ആറ്റം സൈസ് നല്ലപോലെ കുറയുന്നുണ്ടായിരിക്കും. It is due to increasing nuclear charge and poor shielding effect of F electron. F electronന്റെ poor shielding effect ആണ് പ്രധാനമായിട്ടും പറയേണ്ടത്. മൂന്നാമത്തത് എന്താണ് ചോദിക്കുന്നത്? മൂന്നാമത്തത് റൈറ്റ് എനി വൺ കോൺസിക്വൻസ് ഓഫ് ലാന്തനോഡ് കോൺട്രാക്ഷൻ. ലാന്തനോഡ് കോൺട്രാക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് സെക്കൻഡ് റോയും ഡി ബ്ലോക്ക് എലമെന്റിൽ സെക്കൻഡ് റോയിലെയും തേർഡ് റോയും എലമെന്റുകൾ. ഡി ബ്ലോക്ക് എലമെന്റ് എടുത്താൽ ആ ഡി ബ്ലോക്ക് എലമെന്റിൽ സെക്കൻഡ് റോയിലുള്ള എലമെന്റ് ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് ആയിരിക്കുമല്ലോ സ്കാൻഡിയം ടൈറ്റാനിയം എന്ന് പറയുന്നത്. അതിനേക്കാൾ സൈസ് കൂടുതലായിരിക്കണമല്ലോ തൊട്ട് താഴത്തെ കിടക്കുന്ന പീരീഡിൽ, അല്ലേ? അതങ്ങനെ തന്നെയാണ്. എങ്കിൽ അടുത്ത പീരീഡ് എടുക്കുമ്പോൾ അതിനേക്കാൾ സൈസ് കൂടേണ്ടേ? പക്ഷേ ഡി ബ്ലോക്ക് എലമെന്റിൽ
രണ്ടാമത്തെ റോയിലെയും മൂന്നാമത്തെ റോയിലെയും ആറ്റങ്ങളുടെ സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതെങ്ങനെയാണ്? നല്ല സൈസ് കുറയേണ്ടതല്ലേ, നല്ല സൈസ് കൂടേണ്ടതല്ലേ അല്ലേ? പീരീഡിന് താഴത്തോട്ട് വരുമ്പോൾ സൈസ് കൂടി കൂടി വരികയല്ലേ വേണ്ടത്? ഡി ഓർബിറ്റിൽ ഡി ബ്ലോക്ക് മാത്രം എടുത്താൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം എന്ന് പറയുന്ന ആ ഒരു പീരീഡിലുള്ള എലമെന്റുകളേക്കാൾ സൈസ് കൂടുതലാണ് അടുത്ത പീരീഡിന്. അപ്പൊ അടുത്ത പീരീഡ് മൂന്നാമത്തേലോട്ട് എടുക്കുമ്പോൾ വീണ്ടും സൈസ് കൂടേണ്ടതാണ്. പക്ഷെ അവിടെ സൈസ് കൂടുന്നില്ല, ഓൾമോസ്റ്റ് സിമിലർ സൈസ് ആയിരിക്കുകയാണ്. താഴത്തോട്ട് പോകുന്നതിനനുസരിച്ച് ആറ്റങ്ങളുടെ സൈസ് കൂടി കൂടി വരണം, പക്ഷെ അങ്ങനെ കൂടുന്നില്ല. കാരണം അത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണമാണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണമാണ്. റെഡിയല്ലേ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് റോ ഓഫ് ട്രാൻസിഷൻ എലമെന്റ് സീരീസ് ഹാവ് സിമിലർ റേഡിയൈ. ഇത് മാത്രമല്ല, ഈ ലാന്തനോയിഡ്സ് എല്ലാം തന്നെ അവർക്ക് പ്രോപ്പർട്ടീസ് എല്ലാം സിമിലർ ആയതുകൊണ്ട് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അവരെല്ലാവരും ഒരുമിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആയിരിക്കും. ഇനി കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുക്കുക. 1-2 കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്താൽ മതിയായിരിക്കും, ധാരാളം. ഒരു മാർക്കേ അവിടെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒന്ന് എഴുതിയാൽ മതി. ഒന്ന് ചോദിച്ചിട്ടുള്ളൂ. കൺസിഡർ ദ ഫോളോയിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്തു. ഐഡന്റിഫൈ ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയൺ. CU എന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല. CO എന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല. ഇവിടെ ചോദിച്ചിരിക്കുന്ന അയൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കണേ നിങ്ങൾ, ഇവിടെയുള്ള ആളുകൾ നിങ്ങൾ നോക്കുക. സെൻട്രൽ മെറ്റൽ ആറ്റം CO എന്ന് എഴുതി വെച്ചാൽ പോരാ. ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റം അല്ല, സെൻട്രൽ മെറ്റൽ അയൺ ആണ്. ചാർജ് കണ്ടുപിടിക്കണം. അമോണിയുടെ ചാർജ് 0 ആണ്. Cl ചാർജ് -1, 2 Cl ആകുമ്പോൾ -2. എല്ലാവരുടെയും ചാർജ് ആഡ് ചെയ്യുക, സൈന് മാറ്റുക. 0 + -1 + -2 -3 ആണ് ആൻസർ. സൈന് മാറ്റുക +3. അപ്പോൾ ആൻസർ കോബാൾട്ട് അല്ല, കോബാൾട്ട് 3+ എന്നാണ്. കോബാൾട്ട് 3+ എന്നാണ്. അതിന്റെ പേര് എഴുതാൻ പറയുന്നുണ്ട്. എഴുതാമല്ലോ നമുക്ക്. അമൈൻ ഉണ്ട്, ക്ലോറിഡോ ഉണ്ട്. അപ്പൊ പെൻറ്റമൈൻ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പെൻറ്റമൈൻ. പെൻറ്റമൈൻ. എത്ര ക്ലോറിഡോ? ഒരു ക്ലോറിഡോ ഉള്ളൂ. പെൻറ്റമൈൻ, ക്ലോറിഡോ, കോബാൾട്ട്. കോബാൾട്ട് 1 2 3, കോബാൾട്ട് 3 ക്ലോറൈഡ്. ശരിയല്ലേ? കോബാൾട്ട് 3 ക്ലോറൈഡ്. റൈറ്റ് വെദർ ദ കോമ്പൗണ്ട് ഇസ് ഹോമോലെപ്റ്റിക് ഓർ ഹെട്രോലെപ്റ്റിക്. ഹോമോലെപ്റ്റിക് ആണോ ഹെട്രോലെപ്റ്റിക് ആണോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻഡുകൾ ഉള്ളതുകൊണ്ട് ഇതെന്താണ്? ഹെട്രോലെപ്റ്റിക് ആണ് അല്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻഡുകൾ ഉണ്ടെങ്കിൽ, സെയിം ടൈപ്പ് ലിഗാൻഡ് ആണെങ്കിൽ ഹോമോലെപ്റ്റിക്, ഡിഫറെന്റ് ടൈപ്പ് കാണിക്കുന്നതുകൊണ്ട് ഹെട്രോലെപ്റ്റിക് ആണ്, ഹോമോലെപ്റ്റിക് അല്ല. Compare the structure and magnetic properties NiCN4 2- and NiCl4 2- on the basis of VB theory. പോളി സാധനമാണ്. ഇതിൽ ഒരാൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. രണ്ടിലും Niയുടെ ചാർജ് 2+ ആണ്. നിങ്ങൾ നോക്കുക, നിക്കലിന്റെ ചാർജും സിന്റെ ചാർജ് -1 ആണ്. 4 CN ആകുമ്പോൾ -4 ആണ്. ഇവിടെ Cl ചാർജ് -1 ആണ്, 4 CN ആകുമ്പോൾ -4 ആണ്. അപ്പൊ നിക്കലിന്റെ ചാർജും 4 CN ചാർജും കൂടെ കൂട്ടിയാൽ -2 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിക്കലിന്റെ ചാർജ് 2+ ആയിരിക്കണം. ഇവിടെ നിക്കലിന്റെ ചാർജ് 2+ ആണ്. രണ്ടെവിടെയും നിക്കലിന്റെ ചാർജ് 2+ ആണ്. പക്ഷെ രണ്ടെവിടെയും കയറി അറ്റാക്ക് ചെയ്യുന്ന ലിഗാൻഡുകൾ ഒന്ന് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും ഒന്ന് വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. ഇതെന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. കാർബൺ ഡോണർ ആറ്റമേറ്റ് വരുന്ന Cl. ഇത് Cl എന്ന് പറഞ്ഞാൽ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 3 മാർക്കിന്റെ ചോദ്യമല്ലേ, ഇതെങ്ങനെ എഴുതണം നോക്കിക്കോളൂ. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് NiCN4 2- കാര്യമാണ്. അതിനുശേഷം നമ്മളിവിടെ പറയുന്നു NiCl4 2- കാര്യമാണ്. രണ്ടവിടെ നമ്മൾ നിക്കൽ എടുക്കുന്നു. നിക്കലിന്റെ അറ്റോമിക് നമ്പർ 28 ആണ്. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ കണ്ടോ. നിക്കലിന്റെ അറ്റോമിക് നമ്പർ ഇവിടെ തന്നിട്ടില്ല. നിക്കലിന്റെ അറ്റോമിക് നമ്പർ 28 ആണ്. അറ്റോമിക് നമ്പറിന്റെ 28 എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4s2 3d8 ആണ്. 4s2 3d8 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞേ. ഇനി നമുക്ക് ഇവിടെ Ni ആണോ വേണ്ടത്? Ni അല്ല, നിക്കലിന് Ni2+ ആണ് വേണ്ടത്. Ni2+ എന്ന് പറഞ്ഞാൽ 4s 2 ഇലക്ട്രോൺ പോകുന്നു. ബാക്കി എന്ത് മാത്രമാണുള്ളത്? 3d8 ആണ്. 3d8 ആണ്. അപ്പോൾ ഇവിടെ 1 2 3 4, പിന്നെ 4s 4p. ഇത് 3d ആണ്, ഇത് 4s ആണ്, ഇത് 4p ആണ്. റെഡി? ഇതേ സാധനമാണ്. 3d നമുക്കൊന്ന് നിറയ്ക്കാം. 3d എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺ അല്ലേ? 1 2 3 4 5 6 7 8 3d ഇലക്ട്രോൺ. ഇതേ സംഭവം തന്നെയാണ് എവിടെ ഉണ്ടായിരിക്കുക? ഇതിലും ഉണ്ടായിരിക്കുക. റെഡിയല്ലേ? പക്ഷെ അതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തുകൂടെ വരയ്ക്കേണ്ടതുണ്ട്? 1 2 3 4 4d കൂടെ വരയ്ക്കണം. അവിടെ 4d വരയ്ക്കേണ്ടി വരും. കാരണം അത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വെളിയിലാണ് പോയി നടക്കുക. ഉള്ളിൽ പേരപ്പ് നടത്താനുള്ള കഴിവില്ല. പക്ഷെ ഇവൻ ഉള്ളിലാണ് പേരപ്പ് നടത്തുന്നുണ്ടായിരിക്കുക. റെഡി? ഇവിടെ അതിന് ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. 4 ലിഗാൻഡല്ലേ ഉള്ളൂ. ഇവൻ അവിടെ ആവശ്യം വരില്ല. ഞാൻ ഒക്ടാഹൈഡലാണെന്ന് വിചാരിച്ചു. ഓക്കെ, ആയിക്കോട്ടെ, ഇങ്ങനെ വന്നു. അപ്പോൾ ഇനി അടുത്ത് ഇവിടെ വരുന്ന ആരാണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ? ഇവിടെ ആര് വന്നിരിക്കുകയാണ്?
NiCN4 വന്നിരിക്കുകയാണ്. ഇവിടെ ആരാ വന്നിരിക്കുന്നത്? Cl ആണ് വന്നിരിക്കുന്നത്. ഇവിടെ വരുന്നത് Cl ആണ്. ഇവിടെ ഈ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുമ്പോൾ നമുക്ക് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വന്നാൽ പെയറപ്പ് നടക്കും അല്ലേ? പെയറപ്പ് നടക്കും. ഇവിടുത്തെ ഒരു ഇലക്ട്രോണെ ഇങ്ങോട്ടേക്ക് ചാടിക്കും. ഇവിടുത്തെ ഒരു ഇലക്ട്രോണെ ഇങ്ങോട്ടേക്ക് ചാടിക്കും. ബാക്കി ഉണ്ടായിരിക്കുന്ന ആൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കുക? ഇവിടെ ഇങ്ങോട്ടേക്ക് ചാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ആൻസർ ഒക്കെ ഡിസ്കഷൻ ആണ്. മോഡൽ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇരിക്കും. സാർ എങ്ങനെ വന്നു സാർ, അത് എങ്ങനെ വന്നു? ഇടിക്കും ഞാൻ. ഇതേ ചോദ്യം നമ്മൾ നേരത്തെ ഒരുപാട് തവണകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കളിക്കല്ലേ എൻ്റെ അടുത്ത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് ചാടി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക? ഇതാ ഇവിടെ ഒരാൾ വന്നു, ഇവിടെ ഒരാൾ വന്നു, അങ്ങനെ രണ്ടാൾ വന്നു. റെഡി? അങ്ങനെ ഈ ബാക്കിയുള്ള ഓർബിറ്റിലോട്ടാണ് ആര് കയറിയിരിക്കുന്നുണ്ടായിരിക്കുക? Cn മൈനസ് കയറി. അപ്പോൾ ഇവിടെ ഒരു Cn മൈനസ്, ഇവിടെ ഒരു Cn മൈനസ്, ഇവിടെ ഒരു Cn മൈനസ്, ഇവിടെ ഒരു Cn മൈനസ്. അപ്പോൾ Cn മൈനസ്, Cn മൈനസ്, Cn മൈനസ്, Cn മൈനസ്. അപ്പോൾ 4 എണ്ണം ഉണ്ട്. ഇത് DsP2 ആണ്. ഇത് DsP2. ഇവിടെ അങ്ങനെ പേരപ്പ് നടക്കുമോ? ഇവിടെ അങ്ങനെ പേരപ്പ് നടത്താനുള്ള കഴിവുണ്ടോ? കാരണം വീക്ക് ഫീൽഡ് ലിഗാൻഡ് അല്ലേ. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് വല്ലത് നടക്കുമോ? ഇല്ല. എവിടെ വന്നിരിക്കേണ്ടി വരും? വെളിയിൽ പോയി ഇരിക്കേണ്ടി വരും അല്ലേ? കഥ പോലെ പറഞ്ഞൊന്നും ആ കഥ ഒന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഇവിടെ ഒരു Cl മൈനസ്, ഇവിടെ ഒരു Cl മൈനസ്, ഇവിടെ ഒരു Cl മൈനസ്, ഇവിടെ ഒരു Cl മൈനസ്. റെഡി? റെഡി? അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ഹൈബ്രിഡൈസർ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്? സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പറയാം sp3 ആണെങ്കിൽ എന്തായിരിക്കും? ഇത് ടെട്രാഹെഡ്രലാണ്. ഇതാണെങ്കിലോ സ്ക്വയർ പ്ലാനാർ ആണ്. ഇനി എന്താ പറയേണ്ടത്? ടെട്രാഹെഡ്രൽ മനസ്സിലാക്കണേത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇതിൽ n എന്ന് പറയുന്ന അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഇവിടെ അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം ഇല്ല, 0 ആയതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക് ആണോ? ഒരൊറ്റ പേജിൽ എല്ലാം കൂടെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. സോറി, ഡയാമാഗ്നറ്റിക് ആണ്. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഇവിടെ അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ട് 2 എണ്ണം. 2 അൺപെയർഡ് ഇലക്ട്രോണുകൾ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. റെഡിയല്ലേ? വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓവറാക്കാൻ നിൽക്കേണ്ട, ഉള്ളത് മാത്രം എഴുതി കൊടുത്താൽ മതി. വേണ്ടത് എന്താണോ ചോദിച്ചത് അത് മാത്രം എഴുതി കൊടുത്താൽ മതി. ഹൈബ്രിഡൈസേഷൻ, ജിയോമെട്രി, മാഗ്നറ്റിക് ബിഹേവിയർ 3 നമ്മൾ എഴുതിയിട്ടുണ്ട്. റെഡിയല്ലേ? VB തിയറി വെച്ചുകൊണ്ട്. റൈറ്റ് ദ പ്രൊഡക്റ്റ് A and B in the following reaction. ഡൈല്യൂട്ട് HNO3 ചേർക്കുന്നത്. കോൺസെൻട്രേറ്റഡ് HNO3 അല്ല, ഡൈല്യൂട്ട് HNO3 ഫിനോൾ ചേർത്താൽ അതിൻ്റെ ഓർത്തോയിലും പാരയിലും കൂടെ വന്ന് ആര് നിൽക്കുന്നുണ്ടായിരിക്കും? ഓർത്തോയിൽ ഈ ഒരു NO2 ഗ്രൂപ്പ് വരുന്നു, പാരയിൽ ഒരു NO2 ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ OH ഇവിടെയുണ്ട്. OHൻ്റെ ഓർത്തോയിൽ ഒരു NO2 ഗ്രൂപ്പ് വരികയാണ്. അതേപോലെ തന്നെ പാരയിലും എന്ത് വരുന്നുണ്ട്? NO2 ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇതാണ്. റെഡി? സജസ്റ്റ് എ മെത്തേഡ് ടു സെപ്പറേറ്റ് ദ പ്രൊഡക്ട്സ് ഒബ്ടൈൻഡ് ഇൻ ദ ലബോറട്ടറി. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ 2 പ്രൊഡക്റ്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. ബോയിലിംഗ് പോയിന്റിൽ അവരുടെ ഡിഫറൻസ്, ഒന്ന് പാരയാണ്, ഒന്ന് ഓർത്തോയുമാണ്. അവരുടെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. സ്റ്റീം ഡിസ്റ്റിലേഷൻ. റെഡി? അടുത്തത്, ഗീവ് വൺ റിയാക്ഷൻ ദാറ്റ് ഷോ ദ അസിഡിക് നേച്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിക് ക്യാരക്ടർ കാണിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഒരു മെറ്റലിനോടൊപ്പം റിയാക്ട് ചെയ്താൽ മതി. ഒരു ആസിഡ് മെറ്റലും കൂടെ റിയാക്ട് ചെയ്താൽ അവിടെയുള്ള ആസിഡിലെ ഹൈഡ്രജനെ മാറ്റി ആ മെറ്റൽ വരും. ഇവിടെ HCl സോഡിയം ചേർത്തു എന്ന് പറഞ്ഞാൽ HCl ഹൈഡ്രജനെ മാറ്റിയിട്ട് സോഡിയം വരും, NaCl ഉണ്ടാവും. ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസ് പുറത്തോട്ട് പോകും. അങ്ങനെയല്ലേ? ഒരു ആസിഡിലെ മെറ്റൽ റിയാക്ട് ചെയ്താൽ എന്ത് റിലീസ് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ തന്നെ എഴുതാം. നിങ്ങൾക്ക് തന്നെ കയ്യിൽ നിന്നിട്ടൊക്കെ എഴുതാമല്ലോ. ഏതെങ്കിലും ഒരു കാർബോക്സിലിക് ആസിഡ് എടുക്കുക, CH3COOH എന്നൊരു കാർബോക്സിലിക് ആസിഡ് എടുക്കുന്നു, സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള Hനെ മാറ്റിയിട്ട് ആര് വരും? CH3COONA വരും. പുറത്തോട്ട് ആര് പോയി? ഹൈഡ്രജൻ പോയി. ബാലൻസ് ആയിരിക്കാൻ നിർബന്ധമില്ല. ബാലൻസ് ആയിരിക്കാൻ നിർബന്ധം ഉണ്ടെങ്കിൽ ഇവിടെ 2 എന്നും ഇവിടെ 2 എന്നും ഇവിടെ 2 എന്നും കൊടുത്താൽ മതി. സിമ്പിളായിട്ട് കാർബോക്സിലിക് ആസിഡ് സോഡിയം ചേർക്കുന്നു, ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നു, ബാക്കി കാർബോക്സിലിക് ആസിഡ് സാൾട്ട് കിട്ടി, സോഡിയം സാൾട്ട് കിട്ടി. ഈ രണ്ടാമത്തെ എന്താ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസിഡ് ഈസ് സ്ട്രോങ്? വൈ? ഇതിൽ ഏതാണ് ആസിഡിക്? ഏത് ആസിഡാണ് സ്ട്രോങ്ങർ ആയിരിക്കുന്നത്? ഒരു അസിഡിക് ക്യാരക്ടർ സ്ട്രോങ് ആകുമെന്ന് പറഞ്ഞാൽ H+നെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. ഇതിൽ ഏറ്റവും നല്ല പോലെ തന്നെ H+നെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളവൻ ആരോ അവനാണ് അസിഡിക് ക്യാരക്ടർ കൂടുതൽ. നോക്കുക, CH3COOHലെ ഈ Hനെയാണ് നമുക്ക് കളയേണ്ടത്. ഈ Hനെ കളഞ്ഞാൽ ബാക്കിയുള്ളത് CH3COO മൈനസ് ആണ്. ഇവിടെ ഈ H+നെ കളഞ്ഞാൽ CH2FCOO മൈനസ് ആണ്. അതായത് ഇവിടെയുള്ള ഒരു ഹൈഡ്രജനെ മാറ്റി ഒരു ഫ്ലോറിൻ നിൽക്കുകയാണ്. അതാണ് ഈ സാധനം.
CH3 ഒരു ഹൈഡ്രജന് പകരം 2 ഹൈഡ്രജനേ ഉള്ളൂ, ഒരു ഹൈഡ്രജന് പകരം ഒരു ഫ്ലോറിൻ. അതാണ് ഈ സാധനം. റെഡി? ഇവിടുത്തെ H പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബാക്കിയുള്ള അസറ്റേറ്റ് അയൺ അല്ലേ, COO മൈനസ്. അസറ്റേറ്റ് അയൺ എന്നല്ല, ആ ഒരു അയൺ എന്ന് പറയാം, COO മൈനസ്. അതാരാണോ സ്റ്റേബിൾ ആയിരിക്കുന്നത് അവനാണ് നല്ലപോലെ അസിഡിക് ക്യാരക്ടർ കാണിക്കുക. അതായത് ഇവന്റെ കയ്യിലുള്ള H+ പോയി കഴിഞ്ഞാൽ അവൻ സ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞാൽ H+നെ പൊക്കോ എന്ന് പറഞ്ഞ് തട്ടിക്കളയും, വിഷയമില്ല. H+ പോയി കഴിഞ്ഞാൽ അൺസ്റ്റേബിൾ ആയി നിൽക്കുകയാണെങ്കിൽ അഥവാ സ്റ്റെബിലിറ്റി കുറയുകയാണെങ്കിൽ H+നെ പോവാൻ ഇവൻ സമ്മതിക്കത്തില്ല. മനസ്സിലാക്കേണ്ട കാര്യം, ഈ CH3COO എന്നോടൊപ്പം കണക്ട് ചെയ്തിരിക്കുന്ന COOH കണക്ട് ചെയ്തിരിക്കുന്ന ഇവൻ എന്ന് പറയുന്നത് ബ്ലൂ കളറിൽ എഴുതുന്നുണ്ട്. ഇവൻ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് CH3 എന്ന് പറയുന്നത്. അവൻ കാണിക്കുന്ന എഫക്റ്റ് +I എഫക്റ്റ് ആണ്, അല്ലേ? +I എഫക്റ്റ് ആണ്. ഇവിടെ ചേർത്തിരിക്കുന്ന ഫ്ലൂറിൻ കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ -I എഫക്റ്റ് ആണ്. ഇലക്ട്രോണിനെ തന്നിലോട്ട് വലിച്ചെടുക്കാനുള്ള കഴിവാണ് ഉണ്ടായിരിക്കും. അഥവാ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണെന്ന് പറയട്ടെ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. നോക്കുക, ഇലക്ട്രോണിനെ ഇവനിലോട്ട് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് ഇങ്ങോട്ടേക്കും കൂടെ വരും. അതിൻ്റെ ഫലമായിട്ട് ഇവൻ ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ, ഇവിടുന്ന് ഇലക്ട്രോണിനെ വലിക്കുമ്പോൾ ഇവിടെ മൈനസ് ചാർജ് നല്ലപോലെ കൂടുകയും അതിന് സ്റ്റെബിലിറ്റി കൂടുകയുമാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ ഫ്ലൂറിൻ നിൽക്കവേ H+ പോയാൽ ബാക്കിയുള്ളവൻ സ്റ്റേബിൾ ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇവനായിരിക്കും നല്ലപോലെ H+നെ വിട്ടുകൊടുക്കാൻ കഴിവുണ്ടായിരിക്കുക. സിംപിളി -I എഫക്റ്റ് കാരണമാണെന്ന് പറഞ്ഞാൽ മതി. CH2FCOOH ഇതാണ് മോർ അസിഡിക്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ -I എഫക്റ്റ് ആണ്. റെഡി? ഇതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, -I എഫക്റ്റ് ആണ് ഉണ്ടായിരിക്കും. ഹൗ വിൽ യു കൺവേർട്ട് നൈട്രോബെൻസിൻ ടു അനിലിൻ? നൈട്രോബെൻസിൻ അനിലിനാക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? റിഡക്ഷൻ നടത്തിയാൽ മതി. സംഭവം കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കണേ, ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ ആരുണ്ട്? NO2 ഉണ്ട്, നൈട്രോ NO2 ഉണ്ട്. അതിനെന്താക്കി മാറ്റണം? NH2 ആക്കി മാറ്റണം. ആരെ മാറ്റി ആര് വന്നു? ഓക്സിജനെ മാറ്റി ഹൈഡ്രജൻ വന്നു. സിമ്പിളായിട്ട് റിഡക്ഷൻ അല്ലേ നടത്തിയിട്ടുണ്ടായിരിക്കുക. റിഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഹൈഡ്രജൻ ചേർക്കുക ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. എഥനോളും കൂടി ഉണ്ട്. ഇതുവരെ ഇതിൽ തന്നെ ധാരാളമായി മാർക്കായി. നിങ്ങൾ എന്തെന്നാ ഇതൊക്കെ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനമാണോ? കൈ നിട്ട് എഴുതാവുന്നല്ലേ ഉള്ളൂ. അടുത്തത്, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറ്റമിൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സോല്യൂബിലിറ്റി വിത്ത് എക്സാമ്പിൾ. 2 ഫാറ്റ് സോല്യൂബിൾ ഉണ്ട്, വാട്ടർ സോല്യൂബിൾ ഉണ്ട്. അങ്ങനെ 2 തരത്തിലുള്ള ബയോമോളിക്യൂൾസ് ആണ്. ഞാൻ എടുത്തിട്ടില്ലല്ലേ, നിങ്ങൾക്ക് നോക്കണേ എങ്ങനെയൊക്കെയാണ്. ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള ആളുണ്ട്, വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ളത്. വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ആളിനെയും ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള ആളിനെയും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അടക്ക എന്ന് ഓർത്ത് വെക്കാം. അടക്ക, ADEK, അടക്ക, ADEK, അടക്ക. വൈറ്റമിൻ ADEK. വാട്ടർ സോല്യൂബിൾ ആണെങ്കിൽ ഭയങ്കര ബിസിയാണ് കേട്ടോ. വാട്ടർ സോല്യൂബിൾ ഭയങ്കര ബിസി. BMC. അങ്ങനെ 2 തരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട് സോല്യൂബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട്. നെയിം ദ വൈറ്റമിൻസ് റെസ്പോൺസിബിൾ ഫോർ ദ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ആരാണത്? K അല്ലേ? തെറ്റുണ്ടെങ്കിൽ പറയാൻ കേട്ടോ. വൈറ്റമിൻ K. എൻ്റെ ഓർമ്മ ഏതാണ്? അടുത്തത്, ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ്. അതല്ലല്ലോ ചോദ്യം, 4 മാർക്കിൻ്റെ ചോദ്യമാണ്. എ സൊല്യൂഷൻ ഓഫ് N-hexane N-heptane behaves nearly ideally. കാരണം എന്താണ്? അവരുടെ ഇടയിലുള്ള ഇൻട്രാക്ഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്താൽ ഉണ്ടാകുന്ന സൊല്യൂട്ട് സോൾവെന്റ് ഇൻട്രാക്ഷനും ഓൾമോസ്റ്റ് എല്ലാ കാര്യവും അതായത് ഹെപ്റ്റൈനുകൾക്കിടയിലുള്ള ഇൻട്രാക്ഷനും ഹെക്സൈനുകൾക്കിടയിലുള്ള ഇൻട്രാക്ഷനും ഹെക്സനും ഹെപ്റ്റൈനും കൂടെ ചേർന്നുണ്ടാകുന്ന ആ മോളിക്യൂൾസിനിടയിൽ ഇൻട്രാക്ഷൻ ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ട് അവൻ ഐഡിയൽ ബിഹേവിയർ കാണിക്കും. ഡ്രോ ദ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വളരെ ഈസി അല്ലേ? അത് എങ്ങനെ വരച്ചു കൊടുത്താൽ പോലെ. എങ്ങനെ വരയ്ക്കണം എന്ന് എക്സാമിന് മുമ്പ് നമ്മൾ അടിപൊളിയായി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ പഠിപ്പിച്ചു തരുന്നില്ല. ഇങ്ങനെ വരട്ടെ. Write in 2 characteristics of ideal gas. So ideal solution. റോൾസ് ലോ ഒബേ ചെയ്യുന്ന ഈ ഗ്രാഫ് പ്രകാരം 3 ഇക്വേഷൻ, പിന്നെ ഡെൽറ്റ V മിക്സ് ഈക്വൽ ടു 0, ഡെൽറ്റ H മിക്സ് ഈക്വൽ ടു 0, അതും കൂടെ എഴുതി കൊടുത്താലായി. അവരുടെ ചോദ്യം ഏതെങ്കിലും 2 എഴുതാനാണ് പറയുന്നത്. ഡെൽറ്റ V മിക്സ് ഈക്വൽ ടു 0, ഡെൽറ്റ H മിക്സ് ഈക്വൽ ടു 0, അത് എഴുതി കൊടുക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം. അതാണ് കുറേ കൂടെ നല്ലത്. ഇവനെ എഴുതി കൊടുക്കുക കേട്ടോ.
ഡിഫൈൻ കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി. ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ പറഞ്ഞാൽ ഒരു കണ്ടെയ്നറിൽ ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തിരിക്കുകയാണ്. ആ ഇലക്ട്രോലൈറ്റിൽ 2 റോഡ് ഇറക്കി വെച്ചിരിക്കുന്നു. ആ 2 റോഡ് ഇറക്കി വെച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്കിടയിലുള്ള ഇലക്ട്രോലൈറ്റ് ഇല്ലേ, അതിന്റെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു വിചാരിക്കും, ഇലക്ട്രോലൈറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്, അതൊന്നും കാര്യമില്ല. 2 റോഡ് ഇറക്കി വെച്ചിരിക്കുമ്പോൾ അവിടെയുള്ള അതിന്റെ തിക്നെസ്സിനനുസരിച്ച് കൊണ്ട്, അതിന്റെ ഹൈറ്റിനനുസരിച്ച് കൊണ്ടുള്ള ആ ചെറിയൊരു വോള്യം ഇല്ലേ, ആ വോള്യത്തിൽ ഉണ്ടാകുന്ന അയണുകളുടെ മൂവ്മെന്റ് കാരണമാണ് അതിന്റെ കണ്ടക്ടിവിറ്റി നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. അതാണ് ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കണ്ടക്ടിവിറ്റി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ള കാര്യം നോക്കാം. മോളാർ കണ്ടക്ടിവിറ്റി പറഞ്ഞാൽ 1 മോളിന്റെ കേസിലാണ് പറയുന്നത്. കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ അറ്റ് എനി ഗിവൺ കോൺസെൻട്രേഷൻ is the conductance of 1 unit volume of a solution kept between 2 platinum electrodes with a unit area of cross section and a distance of unit length. യൂണിറ്റ് ലെങ്ത്തിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, യൂണിറ്റ് ഏരിയയിൽ 2 പ്ലാറ്റിനം റോഡ് വെച്ചിരിക്കുന്നു. അതിനിടയ്ക്കുള്ള ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റിയാണ്, കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവാണ് അതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി is the solution. Molar conductivity of a solution at a given concentration is the conductance of V volume of solution containing 1 mole of electrolyte. 1 mole of electrolyte kept between 2 electrodes with area of cross section A and distance unit length. Distance of unit length. Ready? ഇനി അടുത്ത ചോദ്യം എന്താണ്? എക്സ്പ്ലെയിൻ ദ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ദ കോൺസെൻട്രേഷൻ. കണ്ടക്ടിവിറ്റി ആണെങ്കിലും മോളാർ കണ്ടക്ടിവിറ്റി ആണെങ്കിലും എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക? ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ട്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട്, കോൺസെൻട്രേഷൻ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാമല്ലോ. നമ്മൾ ഡൈല്യൂട്ട് ചെയ്താൽ കണ്ടക്ടിവിറ്റി കുറയുകയും മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക. കണ്ടക്ടിവിറ്റി കുറയുകയും മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ്. കാരണം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ യൂണിറ്റ് വോള്യത്തിലുള്ള അയണുകളുടെ എണ്ണം കുറയുന്നു, അതിന്റെ ഫലമായിട്ട് കണ്ടക്ടിവിറ്റി കുറയുന്നു. നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ വോള്യം കൂടുകയാണ്, മൊളാരിറ്റി കുറയുകയാണ്, അതിന്റെ ഫലമായിട്ട് മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ്. കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഓൾവേസ് ഡിക്രീസസ് വിത്ത് ഡൈല്യൂഷൻ. അതിന് കാരണം എന്താണ്? ഓൺ ഡൈല്യൂഷൻ ദ നമ്പർ ഓഫ് അയൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. അതാണ് കാരണം. ബട്ട് മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണം വോള്യം ഇൻക്രീസ് ചെയ്യുന്നു, മൊളാരിറ്റി ഡിക്രീസ് ചെയ്യുന്നു, മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. റെഡി? എക്സ്പ്ലെയിൻ എനി 2 ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ഐസോമർസം ഷോൺ ബൈ കോർഡിനേഷൻ കോമ്പൗണ്ട്. സ്ട്രക്ചറൽ ഐസോമർസം ഓർത്തു വെക്കാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. LICs. ലിങ്കേജ് ഐസോമർസം, അയണൈസേഷൻ ഐസോമർസം, കോർഡിനേഷൻ ഐസോമർസം, സോൾവേറ്റ് ഐസോമർസം. ഏതെങ്കിലും 2 എഴുതി കൊടുക്കുക. നിങ്ങൾ തന്നെ കയ്യിൽ നിന്ന് എക്സാമ്പിൾ ഇട്ട് എഴുതിക്കോ, കാച്ചിക്കോ, പൊളിച്ചോ. റൈറ്റ് ഇനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ആപ്ലിക്കേഷനും ഹാലോ ആൽക്കിൻ, ഹാലോ ഓറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പോളി ഹാലജൻ കോമ്പൗണ്ട്സിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. കുറേ പോയിന്റുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റ് എഴുതിയാലും മതി. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഒന്ന് വായിച്ച് നോക്കുക. ഇത് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ, ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എക്സ്പ്ലെയിൻ വിത്ത് ദ കെമിക്കൽ ഇക്വേഷൻ ദ പ്രിപ്പറേഷൻ ഓഫ് CH3O. ഈ തന്നിരിക്കുന്ന ആൾ വില്യംസൺ ഈതർ. നമ്മൾ തന്നെ റിയാക്ടൻ്റ് എടുത്തുകൊണ്ട് ഈ പ്രൊഡക്റ്റിനെ നമ്മൾ ഉണ്ടാക്കണം. ഈ ആളെ നമ്മൾ, ഈ ഈതറിനെ നമ്മൾ ഉണ്ടാക്കണം. ഈ ഈതറിനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് എടുക്കേണ്ടത്? ഒരു ആൽക്കൈൽ വില്യംസൺ ഈതർ എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കണം, പ്ലസ് ആൽക്കോക്സി സോഡിയം ആൽക്കോക്സൈഡ് എടുക്കണം അല്ലേ? സോഡിയം ആൽക്കോക്സൈഡ് എടുക്കണം. അപ്പോൾ ഈ സോഡിയവും ഹാലജനും പോയിട്ട് ബാക്കിയുള്ള ഈ 2 ആളുകൾ കണക്ട് ആവും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈതർ കിട്ടുക. അപ്പോൾ ഈ ഈതർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനത്തെ ഹാലോ ആൽക്കീനാണ് എടുക്കേണ്ടത്? എങ്ങനത്തെ സോഡിയം ആൽക്കോക്സൈഡാണ് എടുക്കേണ്ടത്? അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. റെഡി? ഇവിടെ നോക്കണേ. ഇതിന് മുൻപ് ഇവിടെയാണല്ലോ കണക്ഷൻ സംഭവിക്കുന്നത്. നോക്കണേ, ഈ ഈതർ ഉണ്ടാവാൻ ഇതാണല്ലോ കണക്ഷൻ ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ 2 തരത്തിൽ വരാം. CH3X എന്ന് പറയുന്ന ഒരാളും പിന്നെ ഇത്രയും ഭാഗം തന്നെ. നിങ്ങൾക്ക് കിട്ടിയില്ല, സാധനം കിട്ടിയില്ല. എങ്ങനെയുള്ള ആൾ വെച്ചത് കണക്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ടുള്ള റിയാക്ഷൻ വെച്ചുകൊണ്ട് പറഞ്ഞുതരാം. റിയാക്ഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധനം പറഞ്ഞുതരാം. ഇതിങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക കൂടെ പറഞ്ഞുതരാം. നോക്കണേ, നമുക്കുണ്ടാവേണ്ട പ്രൊഡക്റ്റ് ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള ഹാലോ ആൽക്കൈൻ എടുക്കണം, എങ്ങനെയുള്ള സോഡിയം ആൽക്കോക്സൈഡ് എടുക്കണം എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്.
ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സോഡിയം ആൽക്കോക്സൈഡിലെ Na+ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള നെഗറ്റീവ് ചാർജുള്ള ഇവനാണ് ഒരു ന്യൂക്ലിയോഫൈൽ. ഇത്രയും വലിയ ഇവനാണ് ഒരു ന്യൂക്ലിയോഫൈൽ. ഈ ന്യൂക്ലിയോഫൈലിന് ഈസി ആയിട്ട് വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. Br മാറ്റി Br- എന്ന് പറയുന്ന ഇവിടെയുള്ള Br- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈലിനെ മാറ്റി ഈ വലിയൊരു ന്യൂക്ലിയോഫൈലിന് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് പ്രൈമറി ആൽക്കൈൻ ആയിരിക്കണം. ഇത് പ്രൈമറി ആയിട്ടുള്ള ഹാലോ ആൽക്കൈൻ ആയിരിക്കണം. എങ്കിലാണ് പിറകിലൂടെ വളരെ ഈസി ആയിട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുക. റെഡി? അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ സോഡിയം ഇവിടെ നിന്ന് പോകുന്നു, Br ഇവിടെ നിന്ന് പോകുന്നു, ബാക്കിയുള്ള ആളുകൾ വളരെ ഈസി ആയിട്ട് വന്നു. ആക്ച്വലി ഇത് വന്ന് അറ്റാക്ക് ചെയ്തതിന് ശേഷമാണ് Br ഇവിടെ നിന്ന് പോകുന്നുണ്ടായിരിക്കുക. റെഡിയല്ലേ? അങ്ങനെ ഈ റിയാക്ഷൻ ആയിരിക്കും വേഗത്തിൽ നടക്കുന്നുണ്ടായിരിക്കുക. കാരണം കൂടെ വേണ്ട, ഓവറാക്കാൻ നിൽക്കണ്ട. റെഡി? ഇനി അടുത്തത് രണ്ടാമത്തിലോട്ട് കിടക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ് പറയുന്നത്? റൈറ്റ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ഈ തന്നിരിക്കുന്ന ഈതറും HIയും ചേർത്താൽ. ഈ ഈതറും HIയും ചേർത്താൽ എവിടെയൊക്കെ വരും നോക്കും. ഒന്നുകിൽ ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് H ഇങ്ങോട്ടേക്ക് വരും. HOയുടെ കൂടിയേ വരുള്ളൂ. HOയുടെ കൂടിയേ വരുള്ളൂ. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ H വരാം. അപ്പോൾ ഇതൊരു ആൽക്കഹോളായേ, ഇതൊരു ആൽക്കഹോളായേ. I ഇവിടെ വരാം. അപ്പോൾ ഇതൊരു അയഡോമീഥൈനായേ, അയഡോമീഥൈനായേ. അതല്ലെങ്കിൽ ഇവിടെ നിന്നാണ് കട്ടാവുന്നെങ്കിലോ HOയുടെ കൂടെ മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഇതൊരു ആൽക്കഹോളായേ. പിന്നെ ഇവിടെ I വന്നാൽ ടേഴ്സറി ഹാലോ ആൽക്കൈനായേ. ഇതിലെ ഇവിടെയാണോ കട്ടാവുക, ഇവിടെയാണോ കട്ടാവുക? അതാണ് പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ കട്ടായാൽ ഉണ്ടാകുന്നത് CH3 എന്ന് പറയുന്ന ഇത് പ്രൈമറി കാറ്റയോൺ ആണ് അല്ലേ? ഇത് ഒരൊറ്റ കാർബണേ ഉള്ളൂ. ഇവിടെ നിന്ന് കട്ടായാൽ O- ഇത് പ്ലസും, ഇത് പ്രൈമറി കാറ്റയോൺ ആണ്. ഇനി ഇവിടെ നിന്നാണ് കട്ടാവുന്നെങ്കിലോ ഇത് പ്ലസും ഇത് മൈനസും. ഇത് ടേഴ്സറി കാർബോ കാറ്റയോൺ ആണ് അല്ലേ? ഈ ടേഴ്സറി കാർബോ കാറ്റയോൺ ആണോ പ്രൈമറി കാർബോ കാറ്റയോൺ ആണോ മോർ സ്റ്റേബിൾ ആയിരിക്കുക? ഹൈപ്പർ കോൺജുഗേഷനൊക്കെ വഴി ടേഴ്സറി കാർബോ കാറ്റയോൺ അല്ലേ മോർ സ്റ്റേബിൾ ആയിരിക്കുക? അപ്പോൾ ഇവിടെ പ്ലസ് ചാർജ് വന്നാലാണ് മോർ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെയാണ് കട്ടാവാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഇവിടെ കട്ടായി കഴിഞ്ഞാൽ ഓയുടെ കൂടെ Hഉം മെഥനോളും പിന്നെ ടേഴ്സറി അയഡോ ആൽക്കൈനാണ് കിട്ടുക. നോക്കൂ നിങ്ങൾ, കണ്ടോ? ടേഴ്സറിയുടെ കൂടെ Iയും വന്നു, CH3യുടെ കൂടെ OHഉം വന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെഡി? ഇല്ലെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് കേൾക്കുക, ഞാൻ പറയുന്നത് ഒന്നുകൂടെ കേൾക്കാം. ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് കോമ്പൗണ്ട്സ്? എങ്ങനെയെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ, എക്സ്പ്ലനേഷൻ ചോദിക്കുന്നില്ല. പ്രൊപ്പനാളും പ്രൊപ്പനോണും ആൽഡിഹൈഡും കീറ്റോണുമാണ് അവർ പറയുന്നത്. ഒന്ന് നമുക്കറിയാം ടോളൻസ് ടെസ്റ്റ് ആണ്. ഒന്ന് ടോളൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫെലിങ്സ് ടെസ്റ്റ്. രണ്ട് പെൻറ്റാൻ 3ON, പെൻറ്റാൻ 2ON. പെൻറ്റാൻ 2ON എന്ന് പറഞ്ഞാൽ CH3 CH2 CH2 CO CH3 പെൻറ്റാൻ 3ON 2ON. പെൻറ്റാൻ 3ON പറഞ്ഞാൽ CH3 CH2 CO CH2 CH3 ആണ്. ഇവിടെ നോക്കണേ, CO CH3 ഉണ്ട്. ഇതിൽ CO CH3 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ നടക്കാത്ത, ഇതിൽ മാത്രം നടക്കുന്ന ഒരു റിയാക്ഷൻ ഏതാണത്? ഹാലോഫോം റിയാക്ഷൻ അല്ലേ? ഹാലോഫോം റിയാക്ഷൻ അല്ലേ? അപ്പോൾ ഹാലോഫോം റിയാക്ഷൻ നടക്കുന്നത് ആരാ നടക്കാത്തത് ആരാന്ന് മാത്രം നോക്കിയാൽ പോരെ. ഇതിനൊക്കെ ആൻസർ അതത് ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും. ബട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് എന്നറിയുന്നുണ്ട്. സിമ്പിൾ സാധനമാണ്. എഴുതിയ ആളുകൾ ഒരുപാട് പേരുണ്ടായിരിക്കും. റൈറ്റ് ദ നെയിം ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. റിയാക്ഷൻ തന്നിട്ട് പേര് എഴുതാൻ പറയുന്നത്. പേര് തന്നിട്ട് റിയാക്ഷൻ അല്ല എഴുതാൻ പറയുന്നത്. റിയാക്ഷൻ തന്നിട്ട് പേര് എഴുതാൻ സിമ്പിൾ അല്ലേ? കാർബോക്സിലിക് ആസിഡ് ഒരൊറ്റ നെയിം റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അത് HBZ റിയാക്ഷൻ ആണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന COCl നോക്കൂ, COCl CLനെ മാറ്റിയിട്ട് H കൊണ്ടുവരാൻ പോവുകയാണ്. ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആദ്യം പഠിക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റോസൻമുണ്ട് റിഡക്ഷൻ ആണ്. മുഴുവൻ കാര്യങ്ങളും അതിഗംഭീരമായി തന്നെ നിങ്ങൾ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ചില ആളുകൾ ചില കൺഫ്യൂഷൻസ് കാരണം മാത്രമായിരിക്കും എഴുതാതെ പോയിട്ടുണ്ടായിരിക്കുക. പറയട്ടെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഇതാണോ ഈസി സാർ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ട്രാക്കിൽ കയറിയിട്ടില്ല എന്നാണ് അർത്ഥം. ട്രക്കിലല്ല, ട്രാക്കിൽ കയറിയിട്ടില്ല എന്നാണ് അർത്ഥം. നല്ലപോലെ സെറ്റാക്കി പഠിക്കുക, പൊളിച്ചെടുക്കുക. വെയിറ്റേജ് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. വെയിറ്റേജ് ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. മുഴുവൻ വെയിറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാത്തവരുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. ഉഷാറാക്കുക. അത് ഗംഭീരമായി നിങ്ങളുടെ ഈ പബ്ലിക് എക്സാം ഉഷാറാക്കണം. വരുന്ന ദിവസങ്ങളിലൊക്കെ സ്റ്റഡി പ്ലാനൊക്കെ ശ്രദ്ധിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്തൊരു അനുമതി അടുത്ത ക്ലാസ് ടോപ്പിക്കാണ്. താങ്ക് യു.